സുഹൃത്തുക്കളെ, പ്രവാസി സുഹൃത്തുക്കളും അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ ജോയിൻ ചെയ്ത ആളുകളുണ്ട്. എനിക്ക് അറിയുന്നവരും അറിയാത്തവരുമായിട്ട് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. പല ആളുകളും എനിക്ക് പരിചയമുള്ള ആളുകളാണ്. ഗൾഫ് മറ്റു കൺട്രീസിൽ നിന്നും ഖത്തറിൽ നിന്നും അതേപോലെ തന്നെ UAE നിന്നൊക്കെ ജോയിൻ ചെയ്ത ആളുകളുണ്ട്. എല്ലാവർക്കും ചില്ലറ കാര്യത്തിന്റെ ഈ മൂന്നാമത്തെ വെബിനാറിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഒരിക്കൽ കൂടെ ഇനീഷ്യൽ എന്ന രീതിക്ക്, തുടക്കം എന്ന രീതിയിൽ ഞാനൊരു ചില്ലറക്കാര്യത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ചില്ലറക്കാര്യം എന്നത് ഒരു ചെറിയ സംരംഭമാണ്. നമ്മുടെ പ്രവാസികളുടെ ക്ഷേമകാര്യങ്ങളെക്കുറിച്ച് ചെറിയ രീതിയിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും ബോധവൽക്കരിക്കാനും വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള, അത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഒരു ചെറിയ യൂട്യൂബ് ചാനൽ അത് കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ ആവശ്യമാണ് വന്നപ്പോൾ അത് യൂട്യൂബ് ചാനലും തുടങ്ങി. പിന്നെ അതിൽ ലൈക്കും ഷെയറും ഒന്നും ആയിട്ടില്ല. ഞാൻ ആരോടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറയാറില്ല. പരമാവധി ഞാൻ എന്തെങ്കിലുമൊക്കെ അതിൽ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് പരമാവധി മറ്റുള്ള ഗ്രൂപ്പുകളിലൂടെ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഒക്കെ ഷെയർ ചെയ്തിട്ടാണ് എല്ലാവരിലേക്കും എത്തിക്കുന്നത്. അപ്പോൾ ചില്ലറക്കാര്യം എന്നത് പ്രവാസികളുടെ അല്ലറ ചില്ലറ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു പോകുന്ന, എല്ലാവരോടും കൂടെ സംവദിച്ചു പോകുന്ന ഒരു ചെറിയ സംരംഭമാണ്. പ്രവാസികളുടെ സാമ്പത്തിക, സാമൂഹിക, നിയമപരമായ, തൊഴിൽപരമായ, കുടുംബപരമായ വിഷയങ്ങളെക്കുറിച്ച് പ്രവാസികളോട് നേരിട്ട് സംവദിച്ചു പോകുന്ന ഒരു ചെറിയ സംരംഭമാണ്. പ്രത്യേകിച്ചും ചെറിയ ഒരു ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് റിയാദിൽ വെച്ച് ഒരു ചെറിയ പരിപാടിയിൽ എനിക്കൊരു സംസാരിക്കാൻ അവസരം കിട്ടുകയും അതിനുശേഷം ആ പരിപാടിയിലും പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴാണ് പ്രവാസികളുടെ പല കാര്യങ്ങളിലും വേണ്ട രീതിയിലുള്ള ഇൻഫർമേഷൻസ് പ്രവാസ ലോകത്തിൽ ലഭ്യമാണെങ്കിലും അത് ക്രോഡീകരിച്ച് വേണ്ട ആളുകളിലേക്ക് യഥാസമയം എത്തിക്കാൻ, അത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മറ്റു നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ അത് വേണ്ട രീതിയിൽ പ്രവാസികളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ആ ഒരു ലിങ്ക് ഒരു അഭാവം പ്രവാസികളുടെ ഇടയിൽ വളരെ വലുതായിട്ട് തന്നെ മുളച്ചു നിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് സ്വയം ബോധ്യമായതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ചില്ലറക്കാര്യം എന്നുള്ള ഒരു ചെറിയ സംരംഭത്തിലൂടെ ഞാൻ ഇതിന് തുടക്കം കുറിക്കുന്നത്. പ്രവാസികൾക്ക് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ മറ്റുള്ള അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും, ഒരു പ്രവാസിയുടെ ജീവിതം അവൻ്റെ തൊഴിൽപരമായ അന്യരാജ്യങ്ങളിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും പാലിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ചില പ്രധാന വിഷയങ്ങളെക്കുറിച്ചും, അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് ഏറ്റവും ബെറ്റർ ആകാൻ വേണ്ടിയിട്ടും, അതോടൊപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ പ്രവാസികളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടും ഒക്കെ ഏതെല്ലാം രീതിയിലാണോ പ്രവാസികളെ സഹായിക്കാൻ കഴിയുക എന്നുള്ള മേഖലകൾ കണ്ടുപിടിച്ച് അതിലൂടെ പ്രവാസികൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും പ്രവാസികളുടെ ഈ മേഖലകളിലൊക്കെ ചെറുതായിട്ടെങ്കിലും ഒരു ബോധവൽക്കരണം നടത്തുകയും ഏതെങ്കിലും രീതിയിൽ പ്രവാസികളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ അതിനുള്ള ഒരു മാധ്യമമായി വർത്തിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ചില്ലറക്കാര്യം പ്രവർത്തിക്കുന്നത്. 5-6 മാസമായ ചില്ലറക്കാര്യം പ്രവാസികളുടെ ഇടയിൽ സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പല രീതിയിലും പല ആളുകളും നല്ല രീതിയിലുള്ള സപ്പോർട്ട് തരുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പല ആളുകളും നേരിട്ട് എന്നോട് വിളിച്ച് സംസാരിക്കാറുണ്ട്. മുമ്പ് സംസാരിച്ചു പോയ പല കാര്യങ്ങളിലും പ്രവാസികൾക്ക്, പല ആളുകൾക്കും അത് പല രീതിയിലും പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചെയ്യാനും അതേപോലെ തന്നെ ഇതിൽ നമുക്ക് സ്വന്തം ഒരു സംതൃപ്തി കണ്ടെത്താനും ഇത് സഹായിക്കുന്നത്. അപ്പോൾ പല പ്രവാസികളും അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇമ്പാക്റ്റ് ഈ ചില്ലറ കാര്യത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുമ്പോൾ ചില ആളുകളെ തന്നെ വിളിച്ച് നേരിട്ട് അറിയിക്കും, വാട്സപ്പിലൂടെ അറിയിക്കും. അതിന്ന് കിട്ടുന്ന നമുക്കുള്ള പ്രചോദനമാണ് വീണ്ടും ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ചില്ലറക്കാര്യം ഇത് ഇപ്പൊ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് 3ാമത്തെ വെബിനാറാണ്. ഒന്ന് പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഫൈനാൻസ് അഡ്വൈസറായ എല്ലാവർക്കും അറിയാവുന്ന നിഖിൽ ഗോപാലകൃഷ്ണനെ വെച്ചിട്ട് ഒരു വെബിനാറാണ് ആദ്യം ചെയ്തത്. നല്ല പങ്കാളിത്തത്തോടു കൂടി അത് വിജയകരമായിട്ട് നമ്മൾ പൂർത്തിയാക്കി. അതിനുശേഷം പല ആളുകളും അവരുടെ സാമ്പത്തിക രംഗത്ത് അവർ
അവർ കൊണ്ടുവന്ന മാറ്റങ്ങളെ കുറിച്ച് എന്നെ അറിയിക്കുകയുണ്ടായി. പല ആളുകൾക്കും അത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. അവരുടെ സാമ്പത്തിക വീക്ഷണത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. അവരുടെ സാമ്പത്തിക പ്രക്രിയകളിലും മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു. ഫൈനാൻഷ്യൽ പ്ലാനുകളിൽ ചെറുതായിട്ട് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ പല ആളുകളും എന്നെ നേരിട്ട് വിളിച്ചറിയിച്ചപ്പോൾ അന്ന് ചില ആളുകൾ അന്ന് തന്നെ മെസ്സേജിലൂടെയും ഒക്കെ അറിയിച്ചിരുന്നു. പല ആളുകൾക്കും ഷെയർ മാർക്കറ്റിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിവും കഴിവും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് അവരുടെ റിസ്ക് പരമാവധി കുറച്ചുകൊണ്ട് അവരുടെ നിക്ഷേപിക്കുന്ന സംഖ്യക്ക് പരമാവധി റിട്ടേൺ കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു അന്വേഷണം വന്നപ്പോഴാണ് മ്യൂച്വൽ ഫണ്ടാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുകയും ആ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ചെയ്യാമോ എന്ന് ചില ആളുകൾ, വളരെ കുറച്ച് ആളുകളെ ചോദിച്ചിട്ടുള്ളെങ്കിലും എനിക്ക് തോന്നി മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുകൂടെ ഒന്ന് പറയുന്നത് ഒരു ചെറിയ ക്ലാസ് രൂപത്തിൽ നടത്തുന്നത് നന്നായിരിക്കും. പല പ്രവാസികൾക്കും അത് പ്രയോജനപ്പെടുമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ റിയാദിലെ പൊതുസമൂഹത്തിലെ പല സംഘടനകളിലായിട്ട് ഇവിടെ വർഷങ്ങളായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ പ്രവാസികളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉപദേശിക്കാനോ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ടൈംലി അഡ്വൈസ് കൊടുക്കാനോ ഇവിടെ പല സംഘടനകൾക്കും എന്തുകൊണ്ടോ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ തയ്യാറില്ലാത്തത് കൊണ്ടാണോ അത് അതിനവരുടെ റിസോഴ്സ് അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ആ രീതിയിൽ എന്നെ കൊണ്ട് കഴിയുന്നത് എന്താണോ അത് ചെയ്ത് പ്രവാസികൾക്ക് പരമാവധി സഹായം എത്തിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്നൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാനുള്ള ഒരു വെബിനാർ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ പരിചയക്കാരനും എൻ്റെ സുഹൃത്തും എൻ്റെ നാട്ടുകാരനും ഒക്കെ ആയിട്ടുള്ള ജഷീർ ഈ ഫീൽഡിൽ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയെ വെച്ച് തന്നെ സംസാരിക്കുകയാണെങ്കിൽ നാട്ടിൽ നിന്നല്ലേ ഏതെങ്കിലും ഒരു വലിയ ഫൈനാൻഷ്യൽ വിദഗ്ധരെ ഒരു ബിസിനസ് മൈൻഡിൽ കാണുന്ന ആളുകളെ കൊണ്ടുവന്ന് നമ്മൾ സംസാരിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവ് മാറും. അപ്പൊ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പ്രവാസികളുടെ പേഴ്സ്പെക്റ്റീവിൽ തന്നെ നിന്ന് സംസാരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് ജഷീർ. അദ്ദേഹത്തെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഏറ്റവും ആപ്റ്റായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം ഒരു നല്ല ഫൈനാൻഷ്യൽ അഡ്വൈസറും കൂടിയാണ്. ഓവർ ടു മിസ്റ്റർ ജഷീർ അലി. ഇന്നത്തെ മീറ്റിംഗിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിന്റെ A to Z കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് NRIs ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് പൊതുവെ അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. കാരണം പുറം രാജ്യങ്ങളിൽ സാധാരണഗതിയിൽ താമസിക്കുന്ന ആളുകൾക്ക് നമ്മൾ പോകുന്നു, കുറച്ച് വർഷങ്ങളോളം നമ്മൾ ജോലി ചെയ്യുന്നു. ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് മോസ്റ്റ് ഓഫ് ദി കേസ് എൻ്റെ ഒരു ലൈഫിൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു പ്രായമായി കഴിയുമ്പോൾ ജോലി നിർത്തി നാട്ടിലോട്ട് വരുന്നു. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെയും നമുക്ക് തുടർന്ന് നമുക്ക് ആയുസ്സുള്ള കാലഘട്ടത്തോളം നമുക്ക് ജീവിക്കണം. ആ ജീവിക്കാൻ നമുക്കൊരു വരുമാനം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്ത് നമ്മളൊരു ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കി ഒരു കോർപ്പസ് ഉണ്ടാക്കി നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാൽ നമുക്ക് ഇവിടുന്ന് റിട്ടയർമെന്റ് ലൈഫിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എല്ലാ മാസവും ഒരു വരുമാനം നേടിയെടുക്കാൻ പറ്റും. അത് മാത്രമല്ല, പലർക്കും മക്കളുടെ കല്യാണം, അവർക്ക് ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും US-ലും ഈ പറഞ്ഞ മറ്റ് കൺട്രീസിലും ഒക്കെ വിട്ടിട്ട് ഹയർ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇന്നത്തെ 1 ലക്ഷത്തിന്റെ വാല്യൂ അല്ല അടുത്തൊരു 5 കൊല്ലോ 10 കൊല്ലോ അല്ലെങ്കിൽ 20 കൊല്ലോ കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ടേമാണ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഇന്നത്തെ 1 ലക്ഷത്തിന്റെ വാല്യൂ 5 കൊല്ലം കഴിയുന്ന സമയത്ത് ഇന്നത്തെ 1 ലക്ഷത്തിന്റെ വാല്യൂ ഉണ്ടാവില്ല. 70,000 റുപ്യ 60,000 രൂപക്കായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ശമ്പളം, അത് ബിസിനസ്സിനാവട്ടെ ജോലി എന്നാവട്ടെ, ആ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം എല്ലാ മാസവും നമ്മൾ മാറ്റി വെക്കണം. ആ മാറ്റി വെക്കുന്നത് നമുക്കും അതേപോലെ നമ്മളാൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ഫാമിലിക്കും വേണ്ടിയിട്ടാണ്. കാരണം നമ്മളെ ഇല്ലെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു പ്രായമായി നമുക്കൊരു ജോലി എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിലും ഇന്ന് നിങ്ങൾ ഗൾഫിൽ ജീവിക്കുന്ന ഒരു ജീവിത നിലവാരമുണ്ട്. അതേ ജീവിത നിലവാരം നിങ്ങൾക്ക് തുടർന്നും നാട്ടിൽ വരുമ്പോൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്കറിയാം നാട്ടിൽ കിട്ടുന്ന ശമ്പളവും കാര്യങ്ങളും എല്ലാം. അപ്പം ഇതേ ഒരു ജീവിതം അവിടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഏകദേശം ഒരു ലക്ഷം റുപ്യ ഒരു മാസം നമുക്ക് അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈല് നാട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ വേണം. അപ്പം എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇതിലോട്ട് എത്താൻ പറ്റുക എന്നുള്ളതാണ്. മിക്ക ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ഗ്ലാമറസ് ലൈഫായിരിക്കും നമ്മൾ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്. അത് കഴിഞ്ഞ് നാട്ടിലോട്ട് വരുന്നതോടുകൂടി നമ്മുടെ ഇൻകം പെട്ടെന്ന് ഇങ്ങോട്ട് കുറയുന്നു. പിന്നെ നമ്മൾ കുറച്ചൊന്ന് പരിങ്ങി ജീവിക്കാൻ തുടങ്ങുന്നു. ആ അവസ്ഥകളൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മുന്നേ വരാൻ പോകുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഇപ്പോഴെങ്കിലും
നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കറിയാം ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇതിൽ മെയിനായിട്ട് സംസാരിക്കുന്നത് നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, എന്താണ് ശരിയ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഫണ്ടുകൾ. ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ശരിയ കംപ്ലൈൻ്റ് ആയിട്ട് നോക്കാറുണ്ട്. എത്തിക്കൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. എങ്ങനെ നമുക്ക് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യാം, ഇപ്പോൾ ഒരു സാലറി ആയിട്ടുള്ള ഒരാൾക്ക് ഓരോ മാസവും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, എത്ര രൂപ വെച്ച് നമുക്ക് തുടങ്ങാൻ പറ്റും, എത്ര കാലം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, എത്ര കാലം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം എത്ര രൂപയായിട്ട് വരും, ഇതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ എത്രയാണ് ഗവൺമെൻറ് കടക്കേണ്ടത്, ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് കാര്യങ്ങൾ തുടങ്ങാം. ഇപ്പോൾ അജ്മൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ എക്സാമ്പിൾ എടുക്കുന്നു. അപ്പോൾ ആ ആൾക്ക് ഇപ്പം 45 വയസ്സാണെന്ന് വിചാരിക്കുക. ആ ആള് ജോലിയെല്ലാം നിർത്തി ഇപ്പം നാട്ടിൽ നിൽക്കുന്ന ഒരാളാണ്. അയാൾ ഇൻവെസ്റ്റ് ചെയ്ത് അയാളുടെ 30-ാമത്തെ വയസ്സിൽ ഗൾഫിലെത്തി എന്ന് വിചാരിക്കുക. 15 വർഷം അയാൾ അവിടെ നിന്ന് കിട്ടുന്ന സാലറി എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റും അതിനോടൊപ്പമുള്ള റിട്ടേണും വളർന്ന ഏകദേശം 2 കോടി രൂപയായി. അതെങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ പറയാം. പക്ഷേ ഇന്ന് കേരളത്തിൽ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് അയാൾക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മാസം 1,00,000 റുപ്യ അയാളുടെ അക്കൗണ്ടിലോട്ട് വരണം. ഇത് അയാൾക്ക് തുടർന്നുള്ള ജീവിത കാലഘട്ടത്ത്, അതായത് അയാൾ 60 വയസ്സോ 70 വയസ്സോ 90 വയസ്സോ എത്ര കാലമാണോ ജീവിക്കുന്നത് അത്രയും കാലം ഈ 1,00,000 അല്ല, ചിലപ്പോൾ അതിൻ്റെ മേലോട്ടും വേണ്ടി വരും. ഇന്നിപ്പോൾ 1,00,000 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഒരു 5 വർഷം കഴിയുമ്പോൾ 1,20,000 വേണ്ടി വരും. അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ 1,40,000 വേണ്ടി വരും. കാരണം സാധനങ്ങളുടെ വിലകൾ കൂടുകയാണ്, നമ്മുടെ ഹോസ്പിറ്റലിലും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സാ ചെലവുകൾ കൂടുകയാണ്. അപ്പോൾ ഇതിനൊക്കെ മറികടക്കണമെങ്കിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ഇൻകം കിട്ടണം, അല്ലെങ്കിൽ ആ ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഈ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി എടുത്ത് ഇപ്പം 45-ാമത്തെ വയസ്സുള്ള അജ്മൽ 2026 വന്നു, നാട്ടിൽ താമസിക്കുന്നു. ആൾക്ക് ഇത്ര രൂപയാണ് കിട്ടുന്നത്. 1,00,000 രൂപയാണ് ആൾക്ക് വിഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ സ്ക്രീനിൽ ആരോ വരക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും നോക്കാം. അപ്പോൾ നമ്മളൊരു 15 വർഷം ഒന്ന് പിന്നിക്ക് ആലോചിക്കാം. 15 വർഷം ആരോ സ്ക്രീനിൽ വരച്ചിട്ട് ഒന്ന് കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് കുറച്ച് വർഷം ഒന്ന് പുറകിലോട്ട് ആലോചിക്കാം. അതായത് 15 വർഷം മുന്നേ, അതായത് 2011 ഗൾഫിൽ എത്തിയിട്ടുള്ള ആള് 15 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പം ആള് ഗൾഫ് നിർത്തി വന്നു, നാട്ടിലോട്ട് വന്നു. എല്ലാ മാസവും അയാൾക്ക് 1,00,000 രൂപ കിട്ടുന്നു. ഇപ്പം 2011 തൊട്ട് 2026 വരെയുള്ള ഒരു കാലഘട്ടമുണ്ട്. ഈ കാലഘട്ടത്ത് ഈ ആള് എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പക്ഷേ ജോലി ചെയ്യുന്നുണ്ടാവും, ബിസിനസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് കിട്ടുന്ന അവിടെ നിന്ന് കിട്ടുന്ന അതായത് അവിടെ നിന്ന് കിട്ടുന്ന ഇൻകം, NRI മണി, നിങ്ങളുടെ ദിർഹോ ദിനാറോ എന്തോ ആവട്ടെ, അതെന്ന് പറയുന്നത് ഒരിക്കലും പെർമനന്റ് അല്ല. കാരണം ഇപ്പൊ യൂറോപ്പിലോ അല്ലെങ്കിൽ US ഒക്കെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ മേ ബി അവർ പാസ്പോർട്ടൊക്കെ എടുത്ത് അവിടെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ഗൾഫിലുള്ള 99% ആളുകളും എങ്ങനെ 90 ഓക്കെ കേൾക്കാമല്ലോ അല്ലേ? യെസ് യെസ് കേൾക്കുന്നു, ക്ലിയർ ആണ് ക്ലിയർ ഓക്കെ, ആണ് 99% NRIസും അവിടെ നിർത്തി നാട്ടിലാണ് അവരുടെ റിട്ടയർമെന്റ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഞാൻ ഒരു താഴെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് 100 രൂപക്ക് ഇന്ന് നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 42 രൂപയുടെ വാല്യൂ ഉണ്ടാവുള്ളൂ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ കയ്യിൽ 1 കോടി ഉണ്ടെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ അത് 42 ലക്ഷമായിട്ട് അത് ചുരുങ്ങുന്നർത്ഥം. അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. എല്ലാ സാധനങ്ങളുടെയും വില കൂടിപ്പോവാം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വില കൂടുന്ന ഒന്നാണ്, 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഈ പറഞ്ഞ ഹോസ്പിറ്റൽ എക്സ്പെൻസ്, ആരോഗ്യ മേഖല എക്സ്പെൻസ് കൂടുന്നതാണ്. രണ്ടാമത് വരുന്ന ഒരു ഇൻഫ്ലേഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു മേഖലയാണ് എഡ്യൂക്കേഷൻ, കുട്ടികളുടെ സ്കൂൾ പഠിത്തം കഴിഞ്ഞിട്ട് വിടുന്ന കാലഘട്ടം. അപ്പൊ ഇന്നത്തെ ഒരു 100 രൂപ നമ്മൾ ബാങ്കിലോ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ കിടക്കുകയുള്ളൂ. അത് വളർത്താൻ നമുക്ക് പറ്റണം. അപ്പോൾ ഇന്ന് ഒരു 50 ലക്ഷം ചെലവ് വരുന്ന ഒരു പരിപാടിക്ക്, അല്ലെങ്കിൽ നമുക്കൊരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ 50 ലക്ഷം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് 15 ലക്ഷം റുപ്യക്ക് ഒരു വീട് വെക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഇൻഫ്ലേഷനെ മറികടക്കുന്ന രീതിയിൽ നമ്മുടെ പൈസ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷിനെ നമ്മൾ വളർത്തണം. അത് നമുക്ക് പല രീതികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ നമുക്ക് വളരെ ജനറൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്, നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്, എസ്പെഷ്യലി മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടാണ് ഗോൾഡ്. നമ്മൾ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഗോൾഡ് കോയിൻ ആവാം, അല്ലെങ്കിൽ ഗോൾഡ് ബാറുകളാവാം, അല്ലെങ്കിൽ നമ്മൾ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കും, അല്ലെങ്കിൽ നമ്മൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലത്തെ എക്സ്ചേഞ്ചുകളിൽ നിന്ന് നമുക്ക് ഷെയറുകൾ വാങ്ങിക്കും, മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കാം. ഈ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് മേഖലകളും ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുക്കുന്ന മേഖലകൾ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ വഴി നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടുകൾ വഴി നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം, ബാംഗ്ലൂര്, ബോംബെയിലൊക്കെ ഉള്ള IT പാർക്കുകളുണ്ട്. അതൊന്നും ഒരാളുടെ സ്വന്തമല്ല, ഒരുപാട് ആളുകളുടെ ഷെയർ കൂടിയിട്ട് ഒരു ട്രസ്റ്റിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ട്രസ്റ്റിന്റെ അണ്ടറിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിന്റെ റൈറ്റ്സ് ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറയും. അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന റെന്റൽ പ്രോപ്പർട്ടിക്ക് മാസം കിട്ടുന്ന വരുമാനത്തിന്റെ 1% നമ്മുടെ പോക്കറ്റിലും വരും. പിന്നെ ഗോൾഡ് നമുക്കറിയാം, നമ്മളിപ്പോൾ സാധാരണ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് മക്കളൊക്കെ കല്യാണത്തിനും കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഒരുപാട് ആഭരണങ്ങൾ വാങ്ങിക്കും. അപ്പൊ നമുക്ക് നാട്ടിൽ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അതിന് നമ്മൾ പണിക്കൂലി കൊടുക്കണം. അത് വിൽക്കുമ്പോഴും അതിന് പണിക്കൂലി നമുക്ക് ലോസ് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് GST 3% ഗവൺമെന്റ് പിടിച്ചുകൊണ്ടുകൊണ്ട്. അപ്പോൾ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,00,000 രൂപയാണെങ്കിൽ നമ്മൾ ഒരു പവൻ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പണിക്കൂലിയും GSTയും ആ മേക്കിംഗ് ചാർജും പറഞ്ഞ ലോസും എല്ലാം കൂടി കൂട്ടി വരുമ്പോൾ അതൊരു 1.15 1.20 ആവും. എന്നാൽ മ്യൂച്വൽ ഫണ്ട് പോലത്തെ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ പണിക്കൂലി വരുന്നില്ല, നമുക്കവിടെ GST വരുന്നില്ല. നമുക്ക് ലാഭമുണ്ടെങ്കിൽ ആ ലാഭത്തിന് മാത്രം ടാക്സ് അടച്ചാൽ മതി. അപ്പൊ ഈ ലാഭം ഉണ്ടെങ്കിൽ എല്ലാത്തിനും നമ്മൾ ടാക്സ് അടക്കണം, അതിൽ വ്യത്യാസമില്ല. പക്ഷെ നമുക്ക് ഏത് സമയത്തും വിൽക്കാം, ഏത് സമയത്തും വാങ്ങാം. ഈ മൂന്ന് കാര്യങ്ങളിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് കമ്പനികളുടെ ഷെയറുകളാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജിയോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയർ ലിസ്റ്റഡ് ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ എല്ലാ പെട്രോൾ പമ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന ജിയോ ഫോൺ എല്ലാം ഇന്ന് അംബാനിയുടെയും അദാനിയുടെയും കയ്യിലാണല്ലോ. ഈ കമ്പനിന്റെ ബിസിനസ്സിൽ നമുക്ക് ഭാഗമാണെങ്കിൽ ഈ കമ്പനികളുടെ ഷെയറുകൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇക്വിറ്റി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പനികൾ കൂടി ചേർന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഷെയർ വാങ്ങിക്കുന്നതിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് ജനറൽ ആയിട്ട് പറയുന്നത്. അപ്പൊ മ്യൂച്വൽ ഫണ്ട് വഴി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഇതിൽ ഏതാ ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്ന് ബെസ്റ്റ് ആണെന്ന് പറയില്ല. പക്ഷെ നമുക്ക് മൂന്നിലും ഇൻവെസ്റ്റ്മെന്റ് വേണം. റിയൽ എസ്റ്റേറ്റിൽ വേണം, ഇക്വിറ്റിയിൽ വേണം, ഗോൾഡിൽ വേണം. എല്ലാത്തിലും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം. അതിന് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയും. ഒറ്റ സാധനത്തിൽ മാത്രം വിശ്വസിച്ച് നമ്മൾ പറയും എല്ലാ മുട്ടയും ഒരു കൊട്ടയിൽ ഇട്ട് വെക്കരുത്. ഒരു മുട്ട പൊട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും അത് ചീത്തയാവും. അപ്പൊ ആ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നമ്മൾ എല്ലാത്തിലും ഓരോരോ പോർഷൻ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഏതെങ്കിലും കാലത്ത് ഇപ്പൊ കഴിഞ്ഞ 2025 ഗോൾഡ് വമ്പിച്ച റിട്ടേൺ കൊടുത്താണ്. എന്നാൽ 2026 തുടക്കം തൊട്ട് ഗോൾഡ് നമുക്കറിയാം 1,42,000 നാട്ടിൽ പോയിട്ട് ഇന്നിപ്പോ 1,05,000 രൂപയിലോട്ട് വന്നു. അപ്പൊ ഗോൾഡ് ഏതൊരു അസറ്റും വലിയ റിട്ടേൺ കൊടുത്താൽ പിന്നെ അത് കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് എല്ലാത്തിലും ഈ മ്യൂച്വൽ ഫണ്ടുകൾ വഴി ഈ പറഞ്ഞ എല്ലാത്തിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി 1,00,000 രൂപ നമ്മൾ പല അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. 15 വർഷ കാലയളവ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ FD ഫിക്സഡ് ഡെപ്പോസിറ്റ് എല്ലാവരും വളരെ സുരക്ഷിതമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതിൽ സാധാരണ ഗതിയിൽ നമ്മൾ 3 വർഷമൊക്കെ ഇട്ട് 6.5% അതിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ മുസ്ലിം സഹോദരങ്ങൾ പൊതുവെ അത് യൂസ് ചെയ്യില്ല. ശരിയാ കംപ്ലൈന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർ, അല്ലാത്തവർക്ക് FDയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ 6% കിട്ടും. 15 വർഷം കഴിയുമ്പോൾ നമ്മൾ 1,00,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2.6 ലക്ഷം രൂപയായിട്ട് മാറും. അത് നിങ്ങൾ സ്വർണത്തിലാണ് ഇടുന്നതെങ്കിൽ, ഗോൾഡിലാണ് ഇടുന്നതെങ്കിൽ ഗോൾഡ് 12% ഗോൾഡിന്റെ ഹിസ്റ്റോറിക്കൽ റിട്ടേൺ. അതായത് ഇത്രയും വർഷ കാലഘട്ടം എടുത്തു നോക്കി കഴിഞ്ഞാൽ ആവറേജ് 12%. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ 5.5 ലക്ഷം റുപ്യ ഗോൾഡ് തരും. എന്നാൽ ഈ പറഞ്ഞ കമ്പനികളുടെ ഷെയറുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഷെയറുകളുടെ മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ 14%. അപ്പോൾ 1 ലക്ഷം ഇട്ടാൽ അത് 7.1 ലക്ഷം ആകും. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം കൂടി ഇക്വിറ്റിയിൽ ഇടാം, 14 കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെയല്ല. എല്ലാ വർഷവും മ്യൂച്വൽ ഫണ്ട് 14% കൊടുക്കില്ല. ചില വർഷങ്ങളിൽ നെഗറ്റീവ് കൊടുക്കും, ചില വർഷങ്ങളിൽ പോസിറ്റീവ് കൊടുക്കും. പക്ഷെ നമ്മളൊരു 5 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം നമുക്കൊരു ആവറേജ് ആയിട്ട് 14% കിട്ടുമെന്ന് പറയാൻ പറ്റും.
കാരണം എപ്പോഴും ഒരേപോലെ മേലോട്ടല്ല സ്റ്റോക്കുകളുടെ ഷെയറുകളുടെ വാല്യൂ പോകുന്നു. അതിന്റെ ബിസിനസ് നന്നാവുമ്പോൾ അത് കൂടും, ബിസിനസ് ചില സമയങ്ങൾ മോശമാകുമ്പോൾ അത് കുറയും. പക്ഷെ കുറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുക, നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക. നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുന്നതോടും കൂടിയിട്ടാണ് ഇതിന്റെ കോമ്പൗണ്ടിങ് എന്ന് പറയും. ആ കോമ്പൗണ്ടിങ്ങിന്റെ എഫക്റ്റ് വന്നിട്ടാണ് ഈ പറഞ്ഞ 2.6 കിട്ടേണ്ട സ്ഥലത്ത് 7.1 നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ പോലെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി എന്താണ് ഒരു ഷെയർ എന്ന് പറയാം. ഇപ്പൊ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിലെ വലിയൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അവിടെ പോയിട്ട് നമുക്ക് റിലയൻസിന്റെ ഒരു ഷെയർ വാങ്ങിക്കാം. റിലയൻസിന്റെ ഒരു ഷെയറിന്റെ വാല്യൂ ഇന്നിപ്പോൾ 1500 രൂപയോളം ഉണ്ട്. അപ്പോൾ 1500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് ഒരു ഷെയർ വാങ്ങിക്കാം. ഒരു കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടായിരിക്കും, സെയിൽസ് ഉണ്ടായിരിക്കും, മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കും, ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കമ്പനി ബിസിനസ് ചെയ്ത് കിട്ടുന്ന ലാഭം അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അപ്പൊ നമുക്ക് ഒരു ഷെയർ വെച്ചിട്ട് ഓരോ കമ്പനിയുടേതും നമുക്ക് ഇന്ന് വാങ്ങിക്കാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുമ്പോൾ നമ്മൾ ആ കമ്പനിയെ കുറിച്ച് നന്നായിട്ട് പഠിക്കണം. അതിന്റെ ഒരുപാട്, അതായത് ഒന്നോ രണ്ടോ ദിവസം പഠിച്ചാൽ തീരുന്നതല്ല, മാസങ്ങളോളം നമുക്ക് പഠിക്കേണ്ട. അപ്പൊ ഒരു കമ്പനിയിൽ നമുക്ക് ഷെയർ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഇത് BEL എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു കമ്പനിയാണ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറയും, ഈ പച്ച കളറിൽ ഇവിടെ കാണിക്കുന്നത്. അവിടെ നിങ്ങൾ 2015 ആ കമ്പനിയിൽ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2026 നോക്കുമ്പോൾ അത് 20 ലക്ഷമായിട്ട് അത് വളർന്നു. അപ്പൊ എത്ര ഇരട്ടിയാന്ന് നിങ്ങൾ ആലോചിക്കണം. 20 ടൈംസ് അത് മാറി. അതേപോലെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കേസാണ് വലത്തെ വശത്തുള്ളത്. യെസ് ബാങ്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ ഇതേ 2018 കാലഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് വെറും 5000 രൂപയാണ്. അപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനി നമ്മൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തോട്ട് വളർന്നു. നമ്മുടെ ഇന്ത്യയിലെ ഡിഫൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതൊരു ബാങ്കിങ് കമ്പനിയാണ്. ആ ബാങ്കിങ് കമ്പനി വന്ന സമയത്ത് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഇന്ന് നെഗറ്റീവ് റിട്ടേൺ ആണ്. അപ്പൊ ചില ബിസിനസ്സുകൾ വളരാം, ചില ബിസിനസ്സുകൾ തകർന്നു പോവാം. അപ്പൊ ഒരു കമ്പനിയിൽ മാത്രമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു റിസ്ക് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ നല്ലതുപോലെ പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നല്ല ഗുണം കിട്ടും. അപ്പൊ നമ്മൾ അതിനകത്തുള്ള മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം സമയം നമ്മൾ അതിൽ ചെലവഴിക്കണം, ഏതാണ് നല്ലതെന്നും ഏതാണ് മോശമെന്നും നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികളുടെ ഒരു കൂട്ടമാണ്. അതായത് 50ലധികം കമ്പനികൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാവും. അപ്പൊ അതിലിപ്പോ ഒരു 10 കമ്പനി തകർന്നു പോയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. കാരണം എന്താ, ബാക്കി 40 കമ്പനികൾ പെർഫോം ചെയ്യും. അപ്പൊ അതിനകത്ത് IT, ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, FMCG, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലല്ലേ. ഇപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ പ്രൊഡക്റ്റുകൾ ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ഗോൾഗേറ്റ്, നമ്മൾ കഴിക്കുന്ന ബ്രിട്ടാനിയന്റെ ബിസ്ക്കറ്റ്സ്, അല്ലെ, നമ്മളെ കുട്ടികൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ക്ലാസ്മേറ്റ്സിന്റെ നോട്ട്ബുക്കുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന റൈനോൾസ് പേന, നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്റയുടെ കമ്പനിയുടെ പ്രൊഡക്ട്സ്, ഇതൊക്കെയാണ് FMCGയിൽ വരുന്നത്. എനർജി, നമ്മുടെ പെട്രോൾ പമ്പുകൾ വരുന്നത്, എക്സൈഡ് പോലത്തെ ബാറ്ററികൾ വരുന്നത്, ഫാർമ കമ്പനികൾ, നമ്മൾ ഒരുപാട് കമ്പനികളുടെ മരുന്നുകൾ പ്രൊഡക്ട്സുകൾ വാങ്ങിക്കാറുണ്ട്. സിപ്ല ഒരു എക്സാമ്പിളാണ്. സൺ ഫാർമസ്യൂട്ടിക്കൽസ്, അല്ലെ, അതേപോലെ നമ്മൾ പനി വന്നാൽ കളിക്കുന്ന പാരസിറ്റമോൾ, ഇതൊക്കെ ഒരു ഫാർമ. അപ്പൊ ഇങ്ങനത്തെ പല മേഖലകളിലുള്ള കമ്പനികളിലാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് കുറവാണ്. ഒരു ഷെയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നഷ്ടം വരാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണെന്ന് പറയാം. 3 വർഷമായിട്ട് ഇതുവരെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് പോർട്ട്ഫോളിയോസ് NRIs ഉണ്ട്. 3 വർഷം തുടർച്ചയായി ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് പോലും ഇതുവരെ നഷ്ടം വന്നിട്ടില്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല. പക്ഷെ ഒരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട. അപ്പൊ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരുപാട് കമ്പനികളുടെ കൂട്ടമാണ്. ഒരു കമ്പനി തകർന്നാലും മറ്റ് കമ്പനികൾ വഴി നമുക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. ഇനി എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഈ മ്യൂച്വൽ ഫണ്ട് ആരാ നോക്കുന്നത്, ഇതാരാ മാനേജ് ചെയ്യുന്നത്? മ്യൂച്വൽ ഫണ്ട് നോക്കുന്നത് ഒരു AMC എന്ന് പറഞ്ഞതാണ്. AMC എന്ന് പറഞ്ഞാൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി. ആ കമ്പനിയിൽ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഈ ഫണ്ട് മാനേജർ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച ആളുകളാണ് ഈ ഫണ്ട് മാനേജർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ക്യാഷ് എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ കമ്പനിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ആ കമ്പനിയിൽ ഒരു ഫണ്ട് മാനേജർ എന്ന ആ ആള് തീരുമാനിക്കും ഏത് സ്റ്റോക്ക് വാങ്ങണം, ഏത് സ്റ്റോക്ക് വിൽക്കണം എന്നുള്ളത്. നമുക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് ആ ആളായിരിക്കും നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത്. ആ ആളാണ് ഫണ്ട് മാനേജർ എന്ന് പറയുന്നത്.
അതിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയിൽ നിന്ന് അതിൻ്റെ ഒരു എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയും 0.5 തൊട്ട് 1% വരെയുള്ള ചാർജ് നമ്മൾ ഈ കമ്പനിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കമ്പനിയാണ് ഈ മറ്റുള്ള കമ്പനികളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഈ ഫണ്ട് മാനേജർ ഫിനാൻഷ്യലി ഉള്ളതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും. 10-15 വർഷങ്ങളൊക്കെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഈ നോർമലായിട്ട് ഫണ്ട് മാനേജറായിട്ട് നിൽക്കുന്നത്. അപ്പൊ AMC കമ്പനിയാണ് നമ്മുടെ ഫണ്ട് വാങ്ങുന്നതും നമുക്ക് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ബാങ്കിലോട്ട് തിരിച്ചു തരുന്നതും ഈ പറഞ്ഞ AMC കമ്പനികളാണ്. ഇനി എന്താണ് എത്ര ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട്? നമ്മളിപ്പോൾ മ്യൂച്വൽ ഫണ്ട് കേൾക്കുമ്പോൾ പല ടൈപ്പ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഒരു ടൈപ്പാണ് ഇക്വിറ്റി ഫണ്ട്, അതായത് അത് കമ്പനികളുടെ മാത്രം നിക്ഷേപിക്കും. ഇപ്പം ടാറ്റ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നതാണ് TCS എന്ന് പറഞ്ഞ IT കമ്പനി, അതിൽ നിക്ഷേപിക്കും. ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി നമ്മൾ കേട്ടിട്ടുണ്ട്, അതിനകത്ത് നിക്ഷേപിക്കും. അപ്പം ഇങ്ങനത്തെ കമ്പനികളുടെ ഷെയറുകൾ നിക്ഷേപിക്കുമ്പോൾ അവിടെ ഒരു അല്പം റിസ്ക് കൂടും, പക്ഷെ അതിനകത്തുള്ള റിട്ടേണും നമുക്ക് കൂടും. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് ഡെപ്റ്റ് ഫണ്ട്. നമ്മൾ ബാങ്കിലൊക്കെ സ്ഥിരമായിട്ട് ക്യാഷ് ഇട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു സംഭവമാണ് ഡെപ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. ഗവൺമെന്റിന്റെ ട്രഷറി ബില്ലുകളിൽ, കോർപ്പറേറ്റ് ബോണ്ടുകളിൽ അതേപോലത്തെ ഡെപ്റ്റ്, അതായത് ഫിക്സ്ഡ് റിട്ടേൺ ആയിരിക്കും. 7% തൊട്ട് 8% വരെ ഇതിൽ തുടർച്ചയായിട്ട് റിട്ടേൺ കിട്ടും. ഒരിക്കലും നെഗറ്റീവ് ഇത് വരില്ല എന്നുള്ളതാണ് ഡെപ്റ്റ് ഫണ്ടിന്റെ പ്രത്യേകത. ഇനി ഈ ഡെപ്റ്റിന്റെയും ഇക്വിറ്റിന്റെയും ഇടക്ക് നിൽക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്, അതിനെയാണ് ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം ഹൈബ്രിഡ് എന്ന് പറഞ്ഞ പേര് നമ്മൾ വളരെ കോമൺ ആയിട്ട് കേട്ട, കാറുകൾക്കൊക്കെ ഉണ്ട് ഹൈബ്രിഡ്. പെട്രോളും വർക്കാവും, ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റിയിലും വർക്കാവും, കറണ്ടിലും വർക്കാവും. അതേപോലെ തന്നെ ഇതിന്റെ രണ്ടിന്റെയും ഒരു മിക്സ് ആണ്, ഡെപ്റ്റിന്റെയും ഇക്വിറ്റിന്റെയും ഒരു മിക്സ് ആണ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇക്വിറ്റിന്റെ അത്രയും റിട്ടേൺ കിട്ടൂല, ഡെപ്റ്റിനേക്കാളും റിട്ടേൺ കൂടുകയും ചെയ്യും. ഇതിന്റെ രണ്ടിന്റെയും ഇടക്ക് നിൽക്കും, അതാണ് ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞൊരു കാറ്റഗറി. അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മാൾ ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞ് കമ്പനികളുടെ വലുപ്പം അനുസരിച്ച്, അതായത് വലിയ കമ്പനികളൊക്കെ ലാർജ് ക്യാപ്പ് എന്നും, ഒരു മിഡിൽ രീതിയിൽ വരുന്നതിന് മിഡ് ക്യാപ്പ് എന്നും, ചെറിയ തുടക്കം കമ്പനികളെ സ്മാൾ ക്യാപ്പ് എന്നും. അപ്പൊ ഇങ്ങനത്തെ ഒരു കൂട്ടം കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ്. ഇതിന്റെ ഓരോന്നിന്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു കടലാണ്, ഞാൻ അതിനകത്തോട്ട് പോകുന്നില്ല. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ 12-15% റിട്ടേൺ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം കൂടി ഇക്വിറ്റിയിൽ. അങ്ങനെയല്ല. നമ്മുടെ പ്രായം, നമുക്ക് റിസ്ക് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി, നമുക്ക് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ ക്യാഷ് വേണ്ടത്, അതിനൊക്കെ അനുസരിച്ച് നമ്മൾ കുറച്ച് ഇക്വിറ്റി വേണം, നമുക്ക് ഡെപ്റ്റ് വേണം, നമുക്ക് ഹൈബ്രിഡ് ഫണ്ട് വേണം, നമുക്ക് ഇൻഡെക്സ് ഫണ്ട് വേണം. ഈ നാലിൻ്റെയും ഒരു മിക്സ് ആയിരിക്കണം നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒന്നിൽ കൊണ്ടുപോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മുട്ടയും ഒരു കൊട്ടയിൽ ഇടുന്ന ശീലം പോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. എല്ലാത്തിലും വിഭജിച്ചിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഓരോന്നിലും എത്ര വേണമെന്നുള്ളത് ഈ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ അവസ്ഥ വേറെയാണ്. അപ്പൊ നിങ്ങളുടെ അവസ്ഥക്കനുസരിച്ച് ഇക്വിറ്റിയിൽ കൂടുതൽ വേണോ കുറവ് വേണോ, ഡെപ്റ്റിൽ കൂടുതൽ വേണോ കുറവ് വേണോ എന്നൊക്കെ നമുക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് തീരുമാനിക്കുക. എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരൊറ്റ റൂള് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 25 അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ചെയ്യുന്നതും തെറ്റാണ്. നമ്മൾ വിചാരിച്ച രീതിയിലുള്ള റിട്ടേണും കാര്യങ്ങളും അതിന് കിട്ടൂല. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വേറെയാണ്, ആവശ്യങ്ങൾ വേറെയാണ്, ഫിനാൻഷ്യൽ ഇൻകം വേറെയാണ്, ചെലവുകൾ കടങ്ങളൊക്കെ വേറെയാണ്. അപ്പോൾ ആ ഓരോരുത്തർക്കും ഇതിൻ്റെ അളവുകൾ വ്യത്യാസപ്പെട്ടു വരും. ഇനി ഇതിൽ റിസ്ക് എടുക്കാനുള്ള കഴിവ്, ചിലവർ പറയും എനിക്ക് കുറച്ച് ഞാനൊരു ഒരു 5 കൊല്ലമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന ആളുകൾക്കാണെങ്കിൽ ഒരു മീഡിയം റിസ്കിൽ പെട്ട ആളുകളാണ്. അങ്ങനെ വരുന്നവർക്കാണ് ഹൈബ്രിഡ് ഫണ്ട് പൊതുവെ പറയാറുള്ളത്. നല്ല റിസ്ക് എടുക്കാം, അതായത് എനിക്കൊരു 10 വർഷമൊക്കെ സമയമുണ്ട്, 10 വർഷം ഇൻവെസ്റ്റ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, അങ്ങനെയുള്ള ഒരാൾക്കാണെങ്കിൽ ഹൈ റിസ്ക് ഫണ്ടിലോട്ട് പോകും. ഏറ്റവും തീരെ വേണ്ട, എനിക്ക് ബാങ്ക് FDനേക്കാളും കുറച്ച് 1-1.5% അധികം കിട്ടിയാൽ മതി, അങ്ങനെ ആലോചിക്കുന്നവർക്കായിരിക്കും ലോ റിസ്ക് കാറ്റഗറിയിലോട്ട് പോകുന്നത്. പിന്നെ നോക്കുന്നത് നിങ്ങളുടെ ഏജ് ആണ്. നിങ്ങളിപ്പോൾ ഒരു 20-30 വയസ്സിനൊക്കെ ഇടക്കുള്ള ആളുകളാണ്, നിങ്ങൾക്ക് ഇക്വിറ്റിയിൽ കൂടുതൽ കൊണ്ടുവരാൻ പറ്റും.
40 വയസ്സിലൊക്കെ പ്രായമുള്ളവരാണെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടുകളായിരിക്കും കൂടുതൽ സ്യൂട്ട് ആവുക. നിങ്ങളുടെ പ്രായം കൂടി ഇപ്പോൾ ഒരു 50 വയസ്സിന് മുകളിലെത്തി അടുത്തൊരു 10 കൊല്ലം കൊണ്ട് നിങ്ങൾ ഗൾഫൊക്കെ നിർത്തി വരാനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെപ്റ്റ് കൂട്ടിയിട്ട് മറ്റതിൻ്റെയൊക്കെ മിക്സ് ഒന്ന് കുറച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ എത്ര കാലം നിങ്ങൾക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 5 കൊല്ലത്തിലപ്പുറം മിനിമം എങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയിൽ നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്നു. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ഏതാണ് ഏറ്റവും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ടൈം എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നേ പറയുള്ളൂ. കാരണം എത്രയും നേരത്തെ തുടങ്ങുന്നുവോ, എത്രയും ചെറിയ പ്രായത്തിൽ തുടങ്ങുന്നുവോ അത്രയും ബെസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കുട്ടികൾക്ക് അക്കൗണ്ട് എടുത്തിട്ട് അവരുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ 100 രൂപ വെച്ച് നമ്മളൊരു കുട്ടി ജനിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 18 വയസ്സായി ആ കുട്ടി ഒരു ഡിഗ്രി പഠിച്ചൊരു ജോലിക്ക് പോകുന്ന സമയത്ത് ഈ എമൗണ്ട് എന്ന് പറയുന്നത് 18 കൊല്ലം 15 കൊല്ലത്തെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. അപ്പോൾ 18 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കോടിക്കണക്കിന് രൂപയായിട്ട് മാറും. എന്നിട്ട് ആ കുട്ടി അതിൻ്റെ ജോലിക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊരു ഗിഫ്റ്റായിട്ട് നമുക്ക് ആ കുട്ടിക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതേപോലെ തന്നെ മിക്ക ആളുകളുടെ ഭാര്യമാർ ഒരു പക്ഷേ ജോലി ചെയ്യുന്നവരുണ്ടാവില്ല. അപ്പോൾ അവരുടെ പേരിൽ നമ്മളൊരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് പോലെ 500 രൂപയെങ്കിൽ 500 രൂപക്ക് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവർക്കൊരു ഫ്യൂച്ചറിലൊരു അസറ്റാണ്. ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് നമ്മൾ രാവിലെ എല്ലാ ദിവസവും നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യാറുണ്ടല്ലോ, കുളിക്കാറുണ്ടല്ലോ, അതുപോലെ ഒരു കാര്യമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരിക്കലെങ്കിലും നമ്മൾ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് ടാക്സ്? നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടും. ഈ ലാഭത്തിന് നമ്മൾ ടാക്സ് അടക്കണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒരു വർഷത്തിൽ കൂടുതൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതിനുള്ള ടാക്സ് എന്ന് പറയുന്നത് 12.5%. അതിൻ്റെ ലാഭത്തിന് ടാക്സ് പിടിക്കുള്ളൂ. നിങ്ങളിപ്പോൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 1.50 എന്ന് വിചാരിക്കാം. അതിൽ 50,000 രൂപക്ക് ആദ്യത്തെ 1,25,000 രൂപക്ക് ടാക്സ് പിടിക്കൂല. അത് കഴിഞ്ഞിട്ടുള്ള ലാഭം വരുന്നതിന് 12.5% ടാക്സ് പിടിക്കും. ഇനി ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലാഭമുണ്ടെങ്കിൽ ആ ലാഭത്തിൻ്റെ 20% ടാക്സ് പിടിക്കുള്ളൂ. ഒരിക്കലും നിങ്ങളെ മുതൽ അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാഷിൽ നിന്ന് ടാക്സ് പിടിക്കൂല. ലാഭത്തിൽ നിന്ന് മാത്രമേ ടാക്സ് പിടിക്കുള്ളൂ. ഇനി NRIസിൻ്റെ കേസസിൽ വരുമ്പോൾ ഇതേ ടാക്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഡെപ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ മാത്രം കൂടുതലായിട്ടുള്ള TDS പിടിക്കും. TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് ദ സോഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് പിടിക്കും. അപ്പോൾ NRIസിന് ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം വേറെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ആർബിട്രാജ് ഫണ്ട് എന്നെല്ലാം പറയും. അതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 30% എന്നുള്ള ടാക്സ് 12.5%-ലോട്ട് താഴ്ത്താൻ പറ്റും. അതായത് നമുക്കൊരു 18.5% എക്സ്ട്രാ റിട്ടേണും കൂടി അതിൻ്റെ കൂടെ കിട്ടും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഇതിൻ്റെ അടിസ്ഥാനം. ഇനി SWP എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട്, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ഞാൻ നേരത്തെ പറഞ്ഞ അജ്മലിന്റെ കേസ് പോലെ തന്നെ അജ്മൽ 45-ാമത്തെ വയസ്സിൽ നാട്ടിൽ വരുന്നു. അജ്മലിന് എല്ലാ മാസവും 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ കിട്ടുന്നു. അതാണ് നമ്മൾ SWP പേ ഔട്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഗൾഫിൽ നിൽക്കുന്ന കാലത്തോളം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നാണോ നിങ്ങൾ അവിടെ എക്സിറ്റ് അടിച്ചു പോരുന്നത് അന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ നിർത്തുന്നു. അതിൻ്റെ അടുത്ത മാസം തൊട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എല്ലാ മാസം 1-ാം തീയതിയോ 10-ാം തീയതിയോ എത്രയാണോ നിങ്ങൾ നിശ്ചയിക്കുന്ന ആ ഡേറ്റിന് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആ ക്യാഷ് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ട് ഒരു പെൻഷൻ പോലെ, നമുക്കറിയാം ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ പെൻഷൻ കിട്ടുന്നുണ്ട്, അവർ ട്രഷറി പോയി പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. അതേപോലെ പ്രൈവറ്റ് ജോലികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന നമുക്ക് വയ്യാത്ത കാലത്ത് ഒരു പെൻഷൻ കിട്ടില്ല. അപ്പം നമ്മൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തുണ്ടാക്കിയ ആ സമയത്ത് നമുക്ക് ഒരു പെൻഷൻ തുക പോലെ ഈ സംഭവം ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് വലിയ ആശ്വാസമാണ്. നമ്മൾ പ്രായമാകും, നമ്മുടെ മക്കളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമ്മുടെ കുടുംബക്കാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, ആരോടും കടം ചോദിക്കേണ്ട, നമ്മുടെ മക്കൾക്ക് സഹായിക്കണമെങ്കിൽ അതിന് വരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും നമ്മളെ ഈ പെൻഷൻ തുക കൊണ്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരും നിർബന്ധമായിട്ടും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളെല്ലാവരും പ്രായമാവും, നമുക്ക് ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും, ബിസിനസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ആ സമയത്തേക്ക് എന്താണ് നമ്മൾ കരുതി വെക്കുന്നത് എന്നുള്ള ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. അപ്പോൾ അതിനുള്ള ഉത്തരവാണ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി ചില ആളുകൾ ചിന്തിക്കുന്ന വിഷയമാണ് ശരിയ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് അവർ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് വാങ്ങില്ല, അവർക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ല. അതേപോലെ ആൽക്കഹോൾ ട്രേഡ് ചെയ്യുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. സിഗരറ്റ്, ടൊബാക്കോ വിൽക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഗാംബ്ലിംഗ് ചെയ്യുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ശരിയാ കംപ്ലൈൻ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളും ഇന്ന് നിലവിൽ ഉണ്ട് എന്നർത്ഥം.
ഇപ്പം നമ്മുടെ ആവശ്യം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ സമയം, നമുക്ക് എന്തിനു വേണ്ടിയാണോ നമ്മൾ ഇൻവെസ്റ്റ്, റിട്ടയർമെൻറ്റിനാണോ, കുട്ടിയുടെ പഠിത്തത്തിനാണോ, കുട്ടിയുടെ കല്യാണത്തിനാണോ, വീട് വെക്കാനാണോ, കാറ് വെക്കാനോ, ഓരോ ആവശ്യങ്ങളും പെന്നും പേപ്പറും എടുത്ത് എഴുതി വെച്ച് ആ ഓരോ ആവശ്യത്തിനും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ നമ്മൾ അറിയാതെ പോലും അതങ്ങോട്ട് നടന്നു പോകുന്നുള്ളതാണ്. ഇനി ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, ഇത്രയധികം മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട്, നമുക്ക് അതിന്റെ ടാക്സുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയാണ് നമുക്കിത് തുടങ്ങാൻ പറ്റുക? ഇത് തുടങ്ങണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരാഴ്ചത്തെ സമയമാണ് നമുക്ക് ഇതിനകത്ത് വേണ്ട അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ്. ഇതിന് വേണ്ടത് നിങ്ങളുടെ ഒരു പാൻ കാർഡിന്റെ ആവശ്യമുണ്ട്, നിങ്ങളുടെ NRE അല്ലെങ്കിൽ NRO അക്കൗണ്ട്, ഏത് അക്കൗണ്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ നമുക്കിവിടെ KYC, നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് ഒരുപാട് ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് സെറോദ അസറ്റ് പ്ലസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ലീഡിംഗ് ബ്രോക്കറാണ്. ഈ ബ്രോക്കറിന്റെ പ്ലാറ്റ്ഫോമാണ് അസറ്റ് പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് നമ്മുടെ അതിൻ്റെ ഫോമും കാര്യങ്ങളും എല്ലാം ഫില്ല് ചെയ്ത് അതിൻ്റെ വാലിഡേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് നടക്കും. ഇതിൽ പാൻ കാർഡും NRE അക്കൗണ്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. NRIൻ്റെ KYCയും മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ അഡ്വൈസർ ആയതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റെപ്പ് 1, 2 നിങ്ങളെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഒരു വീക്ക് സമയമെടുക്കും, പെട്ടെന്ന് നടക്കില്ല, കാരണം ഇതിന് അതിൻ്റെതായ പേപ്പർ വർക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സമയം അതിലെടുക്കും. ഓക്കെ, ഇനി സ്മാൾ ഡ്രോപ്സ് എവറി മന്ത്, അതായത് എല്ലാ മാസവും നമുക്ക് നമ്മടാൽ കഴിയുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യാം? നമുക്ക് 100 രൂപ വെച്ച് വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ മാസവും നമ്മളിപ്പോൾ ഒരു 5-ാം തീയതി നമ്മൾ വെക്കുന്നു, നമുക്ക് 20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക, 20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതുപോലെ 500 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ ഞാനൊരു കോളേജ് സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആൾക്ക് കിട്ടുന്ന പോക്കറ്റ് മണി കിട്ടും. ആ പോക്കറ്റ് മണിയിൽ നിന്ന് അവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 100 രൂപയാണ് ഒരാഴ്ച. അപ്പോൾ ഒരു മാസം അവൻ കോളേജ് സെക്കൻഡ് ഇയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ ഒരു മാസം അവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെറും 400 രൂപയാണ്. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തുകയാണ്, കാരണം അവന് കിട്ടുന്ന പൈസയിൽ നിന്ന് അവൻ മാറ്റി വെക്കുന്ന ഒരു പൈസയാണ് അവൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ചെറിയ ചെറിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എത്ര തുക എന്നുള്ളതല്ല അവിടെ ഇമ്പോർട്ടൻ്റ്, നമ്മൾ എത്ര നേരത്തെ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഏറ്റവും വേഗത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക അത്രയും നല്ലത്. ഇനി പറ്റുന്നില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എല്ലാ മാസവും ഇത് റെഗുലർ ആയിട്ട് നമ്മൾ കൊണ്ടുനടക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് 100 രൂപ തൊട്ട് 500 രൂപ വരെ ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യാം, ഒരു ദിവസം വരെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളിപ്പോൾ ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ കുറേ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പെട്ടെന്ന് ബിസിനസ് ഒന്ന് ഡൗൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഞാൻ ഇൻവെസ്റ്റ്മെന്റ് കാണുന്നത് എപ്പോഴും നമുക്ക് നമ്മുടെ ക്യാഷ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാനും പറ്റണം. ഇന്ന് ഒരുപാട് സ്കീമുകളുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ എല്ലാവരും NRIs ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നാട്ടിൽ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ പൊതുവെ നിങ്ങൾ കാണുന്നതാണ്, ബാങ്കിൽ ആ സ്കീമുണ്ട്, ഈ സ്കീമുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു, നിങ്ങളെ റിലേഷൻഷിപ്പ് മാനേജർ നിങ്ങളെ വിളിക്കുന്നു. ഇത് എല്ലാവർക്കുള്ള പ്രശ്നമാണ്. പക്ഷേ മിക്ക സാധനങ്ങളും നമുക്ക് അറിയാതെ എന്ത് ചെയ്യും, നമ്മൾ കുറേ ഫോമിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യും. അവസാനം നമ്മൾ ഈ പൈസ ചെന്ന് ചോദിക്കാൻ സമയത്ത് അതിന് 5 വർഷത്തെ ലോക്ക്-ഇൻ പീരീഡ് ഉണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ 10 വർഷത്തെ ലോക്ക്-ഇൻ പീരീഡ് ഉണ്ട് പറയും. ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. ഇന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്താൽ 48 മണിക്കൂറിനുള്ളിൽ ആ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിൽ തിരിച്ചു വരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചില മാസങ്ങളിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ എല്ലാ മാസവും ചെയ്യുന്നു, നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓവർ ടൈം ചെയ്തിട്ടോ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഒരു ബോണസ് കിട്ടി, അത് നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫുള്ളി ഫ്ലെക്സിബിൾ ആണ്. ഇവിടെ ആരും നിങ്ങളെ ഒന്നിനും തടയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം, എത്ര സമയത്തേക്ക് വേണമെങ്കിലും നിർത്തി വെക്കാം എന്നുള്ളതാണ്. അതാണ് ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു പ്രത്യേകത. മറ്റ് ഇൻവെസ്റ്റ്മെന്റ് അപേക്ഷയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളാണ് എല്ലാം. ഇപ്പൊ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലത്തേലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബാങ്ക് പറയും 1 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം, അങ്ങനത്തെ ഒരു കണക്കും ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങണം, എപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നിർത്തണം എന്നുള്ളത്. ഇനി എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഈ
ക്യാഷ് കൊണ്ടുപോയി നമ്മൾ കൊടുക്കുന്നത് ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ അടുത്താണ്. എൻ്റെ ക്യാഷ് അവിടെ സേഫ് ആണോ, അല്ലെങ്കിൽ ഈ കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഏതൊരു സാധനം തുടങ്ങുമ്പോഴുള്ള പ്രശ്നമാണ്. അതിനാണ് ഇന്ത്യയിൽ നമ്മുടെ നിങ്ങൾ ബാങ്കിൽ പൈസ ഇടുമ്പോൾ നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടോ? ഉണ്ട്, ഉണ്ട് നമ്മൾ പറയും അല്ലേ? എന്നാൽ ഞാൻ പറയും 100% സുരക്ഷിതത്വം ഇല്ല. നിങ്ങൾ 20 ലക്ഷം രൂപ നിങ്ങളുടെ ബാങ്കിലിട്ട് ആ ബാങ്ക് നാളെ പൂട്ടിപ്പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 5 ലക്ഷം രൂപയാണ്. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന് കൊടുക്കുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് വെറും 5 ലക്ഷമാണ്. നിങ്ങൾ 3 ലക്ഷം ഇട്ടാൽ 3 ലക്ഷം കിട്ടും. 1 കോടി നിങ്ങൾ ബാങ്കിൽ ഇട്ടു, ആ ബാങ്ക് നാളെ റോബറി നടന്ന് തകർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 5 ലക്ഷമാണ്. അതാണ് ബാങ്കിന്റെ ഗ്യാരണ്ടി. പക്ഷേ മ്യൂച്വൽ ഫണ്ടിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് 5 ലക്ഷമല്ല. നിങ്ങൾ എത്രയാണോ ഇട്ടത് അന്നത്തെ വില നിങ്ങൾക്ക് തിരിച്ചു തരും എന്നുള്ളതാണ്. അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയാണ് സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയും. രണ്ടാമത്തെ ഒരു ബോഡി ഉണ്ട്, ആംഫി, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യ എന്ന് പറയും. ഇപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് നിങ്ങളുടെ കയ്യിലോട്ട് തന്നെ എത്തും. ഈ കമ്പനിക്ക് ഒരു രീതിയിലുള്ള ഫ്രോഡ് പരിപാടികളും ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ആ കമ്പനി അടച്ചുപോയി, അപ്പൊ എന്ത് സംഭവിക്കും? ഈ റെഗുലേറ്ററി ബോഡിയാണ് ആ കമ്പനി ഏത് കമ്പനിയിലോട്ട് മാറ്റണം. ഇപ്പൊ നമ്മൾ ഒരു AMC കമ്പനി ഇൻവെസ്റ്റ് ചെയ്തു, ആ കമ്പനി തകർന്നു പോയി. അപ്പൊ ആ കമ്പനിയിൽ നിന്ന് ഈ ഇത്രയും ആളുകളുടെ തുക വേറൊരു കമ്പനിയിലോട്ട് ഈ സെബി എന്ന് പറയുന്ന ബോഡി മേലെ നിന്ന് നിരീക്ഷിക്കുന്നതിനോടുകൂടെ ഇത് ഇങ്ങോട്ട് മാറ്റിത്തരും. അതുകൊണ്ട് ഒരാളുടെ 1 രൂപ പോലും ഇതിൽ നിന്ന് നഷ്ടപ്പെടില്ല. നിങ്ങളുടെ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ വരുള്ളൂ, വേറെ ഒരാളുടെ അക്കൗണ്ടിലോട്ട് പോകുകയില്ല. ഇപ്പൊ നിങ്ങളുടെ ഭാര്യയുടെ പേരിലോട്ട് പോകണം എന്ന് വിചാരിച്ചാൽ പോലും നടക്കൂല. നിങ്ങൾ നോമിനി ആയിട്ട് നിങ്ങളുടെ ഭാര്യനെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത് വൈഫിന് പോകുള്ളൂ. അല്ലാത്തടത്തോളം കാലം നിങ്ങളുടെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് മാത്രമേ വരുള്ളൂ. അപ്പൊ പോകുന്നു നിങ്ങളുടെ അക്കൗണ്ടിലോട്ടാണ്, വരുന്നു നിങ്ങളുടെ അക്കൗണ്ടിലോട്ടാണ്. വേറെ ആൾക്ക് അതിൽ ഒരു കൈയും കടത്താൻ പറ്റില്ല. ഓരോ ദിവസവും നിങ്ങളെ മ്യൂച്വൽ ഫണ്ടിന് വരുന്ന വർധനവ്, റിട്ടേണിൽ വരുന്ന വർധനവ്, കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യൻ സമയം രാത്രി 11:30 സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇതിന്റെ വാല്യൂ കൂടും കുറയും, കൂടും കുറയും, അങ്ങനെ നിൽക്കും. കാരണം ഷെയർ എന്ന് പറഞ്ഞാൽ കൂടിയും കുറഞ്ഞുമാണ് പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് കയറുമ്പോൾ ഇത് വളരെ സ്പീഡ് കയറും, ഇറങ്ങുമ്പോഴും അതിങ്ങനെ ഇറങ്ങി വരും. പക്ഷെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വാങ്ങിക്കാൻ പറ്റും ഷെയറുകൾ, കാരണം കുറഞ്ഞ വിലക്ക് കിട്ടും. ഇപ്പൊ TCS എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒക്കെ ഷെയർ 4500 രൂപയായിരുന്നു ഒരു ഷെയറിന്റെ വാല്യൂ. ഇന്നിപ്പോൾ അത് പോയി നിൽക്കുന്നത് 2000 രൂപയിലാണ്. അപ്പൊ അന്ന് 4500 ഒരു ഷെയർ വാങ്ങിച്ചാൽ ഇന്ന് 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതേ 4500 ഉണ്ടെങ്കിൽ നമുക്ക് 2 ഷെയർ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ വീഴുന്ന സമയത്ത് നല്ല കമ്പനികളിൽ, നല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളിലാണ്. അപ്പൊ കമ്പനി വളരുമ്പോൾ മ്യൂച്വൽ ഫണ്ടും കിട്ടും. പക്ഷെ ഒരു കമ്പനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസ്ക് ഉണ്ട്, മ്യൂച്വൽ ഫണ്ടിലാകുമ്പോൾ ആ റിസ്ക് വളരെ വളരെ കുറവാണ് എന്നർത്ഥം. ഇനി എന്താണ് ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ്? ഞാൻ പറഞ്ഞു എത്രയും നേരത്തെ തുടങ്ങാൻ പറ്റുന്നോ അത്രയും നേരത്തെ തുടങ്ങാം. ഇപ്പൊ നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 12% റിട്ടേൺ കിട്ടിയെന്ന്, ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ ഒരു ആവറേജ് റിട്ടേൺ 12 കൂട്ടിക്കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ ഇത് 1.76 ആവും. 10 വർഷം കഴിയുമ്പോൾ 3.11 ലക്ഷം. ഇത് 30 വർഷം നിങ്ങൾ ആ 1 ലക്ഷമാണ് അന്ന് നിങ്ങൾ ഇടുന്നത്. അത് 29.96 ലക്ഷമായിട്ട് മാറും. അത് 30 വർഷം കഴിഞ്ഞിട്ടാണ് പൈസ എടുക്കുന്നതെങ്കിൽ. ഇതാണ് ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയും. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്നു, അതിന് ലാഭം കിട്ടുന്നു, ആ ലാഭവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയും കൂടി ഒരുമിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, കമ്പനികളുടെ ബോണസ് ഡിക്ലെയർ ചെയ്യും, അത് നമുക്ക് കിട്ടുന്നു. കമ്പനികളുടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും, അത് നമുക്ക് കിട്ടുന്നു. കമ്പനികളുടെ ഷെയറിൽ സ്പ്ലിറ്റ് നടക്കുന്നു, അത് നമുക്ക് കിട്ടുന്നു. ഇതെല്ലാം കൂടി ഒരേ കൊട്ടയിലോട്ട് തിരിച്ചു വീഴുമ്പോൾ ഇതിന്റെ വളർച്ച എന്ന് പറയുമ്പോൾ നമുക്ക് പോലും പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്കറിയാം, ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, പവർ ഓഫ് കോമ്പൗണ്ടിങ് ഈസ് ദ 8th, അതായത് 8ാമത്തെ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. അതായത് നമുക്ക് വിചാരിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തോട്ട് ആ മണി വളരും. ഇപ്പൊ എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, 2020 കോവിഡിനൊക്കെ മുന്നേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അവർ പോലും വിചാരിച്ചിട്ടില്ല ഇത് ഇത്രയും പൊന്തി വരും എന്നുള്ളത്. കാരണം അന്ന് ചെറിയ രീതിയിൽ തുടങ്ങി, ഇന്നിപ്പോൾ അത് വലിയ രീതിയിലായി. ഇന്നിപ്പോൾ അവർ റിട്ടയർ ചെയ്ത് നാട്ടിൽ പോയാൽ 30 വർഷം ജീവിക്കാനുള്ള പൈസ ഈ പറഞ്ഞ 1.5 ലക്ഷം റുപ്യ വെച്ച് മാസം കിട്ടാൻ അവർക്ക് അതിനുള്ള വകുപ്പ് അവരുണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. അപ്പം ഈ നേരത്തെ തുടങ്ങുക, കൺസിസ്റ്റന്റ് ആയിട്ട് ആ യാത്രയിൽ നമ്മൾ തുടരാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുക 2 കോടിയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നിപ്പോ നിങ്ങൾ 35,000 രൂപ 15 വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ആലോചിക്കണം. 63 ലക്ഷം രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്.
പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനിയുടെ ഡിവിഡൻഡ്, ബോണസ് ഷെയർ, അതേപോലെ കമ്പനിയുടെ ഷെയർ സ്പ്ലിറ്റ്, ഇതിന്റെ കോമ്പൗണ്ടിങ്, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 63 ലക്ഷം പോയി നിൽക്കുന്നത് 15 വർഷം കഴിയുമ്പോൾ 2 കോടി രൂപയിലോട്ട് എത്തും. ഇത് 14% എന്ന് പറഞ്ഞ ഒരു റിട്ടേൺ കാൽക്കുലേഷനിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രയും നേരത്തെ തുടങ്ങുന്നോ എത്രയും കാലം കൊടുക്കുന്നുവോ, ഇപ്പൊ 63ന്റെ എത്ര ഇരട്ടിയാണ് 2 കോടി നിങ്ങൾക്ക് അറിയാം, ഏകദേശം ഒരു 3 ഇരട്ടിയാണ് അല്ലേ. അപ്പോൾ കൂടുതൽ സമയം കൊടുക്കുക, പറ്റാവുന്നിടത്തോളം ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ വളരെ ബുദ്ധിമുട്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട, പക്ഷെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സമയം കൂടുതൽ കൊടുക്കുക. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ അജ്മൽ 15 വർഷം മുന്നേ ചെയ്ത കഥയാണ്. 35,000 രൂപ മാസം വെച്ച് ഇൻവെസ്റ്റ് ചെയ്തു, 2 കോടി ആളുടെ അക്കൗണ്ടിലുണ്ട്, ഓരോ മാസവും 1 ലക്ഷം വെച്ച് എടുക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓരോ മാസം ഓരോ ലക്ഷം വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇത് കുറഞ്ഞു പോകില്ലേ? ഇത് കുറഞ്ഞു പോകും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ബാക്കിയുള്ള ക്യാഷ്, അത് 2 കോടിയിൽ നിന്ന് 1 ലക്ഷം ഇന്നെടുത്തു, 1 ലക്ഷം അടുത്ത മാസം എടുത്താലും ബാക്കിയുള്ള തുകയും അവിടെ വളർന്നുകൊണ്ടിരിക്കുക. ആ ആളുടെ കാലം കഴിയുന്ന സമയത്ത് വേണമെങ്കിൽ ആളുടെ മക്കൾക്കോ ഭാര്യക്കോ അല്ലെങ്കിൽ ഇനി ആൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യത്തിനും ഈ തുക ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അജ്മല് 15 വർഷം മുന്നേ തുടങ്ങിയ ഒരു യാത്ര നമുക്കും അറ്റ്ലീസ്റ്റ് സമയം വൈകിക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള തുക വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഗോൾഡിൽ, കുറച്ച് റിയൽ എസ്റ്റേറ്റിൽ, കുറച്ച് ഈ പറഞ്ഞതുപോലെ മ്യൂച്വൽ ഫണ്ടുകളിൽ, നല്ല കമ്പനികളുടെ നല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പം നമ്മളെല്ലാം പറമ്പോ സ്ഥലം എല്ലാം നാട്ടിൽ വാങ്ങിക്കുന്നതാണല്ലോ. അതേപോലെ, കാരണം അതൊക്കെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വാപ്പമാരോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ നമുക്ക് മുന്നേ യാത്ര ചെയ്തവരൊക്കെ നമുക്ക് കാണിച്ചെന്ന വഴികളാണ്. ഇപ്പോൾ ഒരുപാട് പേര് എനിക്കറിയാം, ഇപ്പൊ KSFE ഒക്കെ ഒരുപാട് ചെയ്യുന്നവർ. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ മെത്തേഡ്സ് ആണ്. ആ മെത്തേഡിൽ നിന്നൊക്കെ ഇന്ന് ഒരുപാട് മാറി. അതിനെല്ലാം 5 വർഷം 10 വർഷം ഒക്കെ നമ്മളുടെ പൈസ ഇടണം. ഇവിടെ അങ്ങനെ ഒരു പരിപാടിയല്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം, എത്ര വേണമെങ്കിലും നമുക്ക് ഇടാം. നമ്മൾ ആരും ഇവിടെ നിയന്ത്രിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഇത്രയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നുണ്ട്, ക്യാപ്റ്റിക്സ് ബൈ ജഷീർ എന്നാണ് എൻ്റെ ചാനൽ. നിങ്ങൾക്ക് അവിടെ പോയി നോക്കാം. നേരത്തെ അബൂബക്കർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എഡ്യൂക്കേഷണൽ കണ്ടന്റ് വീഡിയോസ് ആണ് ഞാൻ അവിടെ ചെയ്യുന്നുള്ളത്. ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, അഡ്വാൻസ്ഡ് ലെവലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ സമയം നിങ്ങളുടെ സൗകര്യം അനുസരിച്ചെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും അല്ലാണ്ട് നിങ്ങൾക്ക് അവിടെ പോയി കാണാം. അതിനകത്ത് ഒരു രീതിയിലുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങളും അവിടെ പറയുന്നില്ല. പ്യുവർലി എഡ്യൂക്കേഷണൽ പർപ്പസസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ലൈക്ക് ചെയ്യാനും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് അത് തുടർന്ന് കാണാം. ഒരുപാട് പേഴ്സണൽ ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അവിടെ പറയുന്നുണ്ട്. എന്താണ് എമർജൻസി ഫണ്ട്, ഏതൊക്കെ ടൈപ്പ് മ്യൂച്വൽ ഫണ്ട്, എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പം ജസ്റ്റ് യൂട്യൂബ് എടുത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ജോലി സമയം കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി പഠിക്കാം. ഞാൻ ഹലാൽ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് തന്നെ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ കഴിഞ്ഞ റമദാൻ മാസം പോയ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിയായ ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്ന ആളുകൾക്ക് ആ വീഡിയോസ് കണ്ടുപഠിക്കാം. എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, എങ്ങനെയാണ് SIPകൾ ചെയ്യുന്നത്. SIP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. എല്ലാ മാസവും നമ്മളാൽ കഴിയുന്ന തുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ, ഇപ്പം ഞാൻ ഈ പറഞ്ഞതിനകത്ത് എത്ര ചെറിയ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എത്ര വലിയ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. എൻ്റെ അറിവിൻ്റെ പരിധിക്കുള്ളിൽ ഞാൻ ആൻസർ ചെയ്യാം. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക, ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഹലോ, ചോദിച്ചോളൂ. എൻ്റെ പേര് നൗഷാദ്. നൗഷാദ് പറയേ. ഞാന് ഇപ്പോ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഇപ്പോ സാറ് പറഞ്ഞല്ലോ. ഈ മ്യൂച്വൽ ഫണ്ടില് ഇപ്പൊ ഒരു ലംസം ഇൻവെസ്റ്റ്മെന്റ് ചെയ്താല്, ഫോർ എക്സാമ്പിൾ ഒരു 50,000 25,000 സംതിങ്, അപ്പോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ SIP-നേക്കാളും നല്ലത് ലംസം ആണോ അത് SIP ആണോ? അപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് ആണ് ഇപ്പൊ ഒരു ഇക്വിറ്റി ഷെയർ വാല്യൂ പോലെ അതിന്റെ NAV കണക്കാക്കിയിട്ടല്ല അപ്പൊ അത് ചെയ്യുന്നത്. അപ്പൊ NAV പിന്നെ ഷെയർ എന്താണ് വാല്യൂ കൂടുമ്പോ NAV-യും കൂടണ്ടേ ഓരോന്നിനും? അങ്ങനെ അപ്പോ ഓരോ കമ്പനിന്റെയും ഷെയർ വാല്യൂ കൂടുമ്പോഴല്ലേ അതിന്റെ മൊത്തത്തിലുള്ള NAV കൂടുള്ളൂ? അതെ, ഓരോ ഷെയറിന്റെ വാല്യൂ കൂടുമ്പോൾ NAV കൂടും. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഞാൻ ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ കുറച്ച് ചെയ്യാനാണ് കുറെ മുമ്പ് ചെയ്താണ്, കൂടുതൽ പഠിച്ചിട്ടൊന്നും ഇതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റെ NAV ഇപ്പോഴും ആ ഒരു ഇതൊന്നും ഇല്ലാതെ അങ്ങനെ അത് അവിടെ തന്നെ കിടക്കുന്ന ഒരു എത്ര വർഷമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്?
അതിപ്പോ ഏകദേശം ഒരു 2-3 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 3 വർഷമായിട്ടുള്ള ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ അവസ്ഥ 2024 സെപ്റ്റംബറിലായിരുന്നു ഏറ്റവും ഉയരത്തിൽ പോയ വർഷം. ആ ഓക്കെ. നിഫ്റ്റി 50 എന്ന് പറയും, അത് ഏറ്റവും ഉയരത്തിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് അത് താഴ്ന്ന് ഇപ്പൊ ഒരേ ലെവലിൽ 3 വർഷമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിന്റെ സാഹചര്യത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റും ക്രമീകരിക്കാൻ വേണ്ടി. ഇപ്പൊ മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ടാറ്റ എത്തിക്കൽ ഫണ്ട് ആണെങ്കിലും ഏത് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും നല്ല റിട്ടേൺ കിട്ടും. അപ്പൊ പൊതുവെ ആളുകൾ ചിന്തിക്കുന്ന രീതി, നമ്മൾ എല്ലാ ദിവസവും ഫോൺ എടുക്കുന്നു, ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, നമുക്ക് കൂടുതൽ കൂടുതൽ പൈസ ഇടാനുള്ള ഒരു ത്വര വരും അല്ലെ, കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും. പക്ഷെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ വില കൂടിയ സാധനം വില കൂടുതൽ കൊടുത്ത് വാങ്ങിക്കുകയാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞോളെ നിങ്ങൾ NAV കൂടാതെ ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം എന്താണ്? ഈ കമ്പനികളുടെ പെർഫോമൻസ് ഈ കഴിഞ്ഞ 2 വർഷം, കൃത്യമായി പറഞ്ഞാൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ താരിഫ് വന്നു, ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ വാർ വന്നു, അപ്പോൾ ഓയിലിന്റെ പ്രൈസ് കൂടി, സാധനങ്ങളുടെ വില കൂടി, കമ്പനികൾക്കൊക്കെ പ്രശ്നങ്ങൾ വന്നു. അപ്പൊ അത് കാരണം ഒരു വളർച്ച ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കമ്പനികളുടെ ഷെയറിന്റെ വാല്യൂ കൂടാതെയും നിങ്ങളുടെ NAV കൂടാതെയും നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥ കഴിയും. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഇതൊരു ഗോൾഡൻ പീരീഡ് ആണെന്ന് പറയും. ഈ ഒരു സമയം കഴിഞ്ഞ് ഇത് മുകളിലോട്ട് പോകും, പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് ഇതിനില്ല. അപ്പൊ ഈ സമയത്ത് നിങ്ങളിപ്പോ ചോദിക്കും SIP ആണോ ലംസം ആണോ നല്ലത് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഈ സമയത്ത് ഞാൻ പറയും SIP ആണ് നല്ലത് എന്ന് പറയും. കാരണം ഇപ്പൊ നമ്മുടെ ഒരു ലംസം ഇട്ട് നമ്മൾ അടുത്തൊരു 6 മാസം കഴിഞ്ഞ് എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഒരു റിട്ടേൺ കിട്ടി, നമ്മൾ പെട്ടെന്ന് വിചാരിക്കും പിന്നെ ഇപ്പൊ എന്തിനാ ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷെ SIP ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പല പല അപ്സ് ആൻഡ് ഡൗൺസിൽ നമ്മൾ ഇങ്ങനെ വാങ്ങിപ്പോവാണ്. അപ്പൊ നമ്മളത് അത്ര ബാധിക്കാതെ നമുക്ക് അതിൻ്റെ ഒരു കോസ്റ്റ് ആവറേജിങ് അവിടെ നടക്കും. പക്ഷെ ചില കേസിൽ ലംസം നമുക്ക് പറ്റും. ഇപ്പൊ മാർക്കറ്റ് ക്രാഷായി ഒരു 20-25% താഴെ നിൽക്കുന്ന ഒരു സമയം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ലംസം ചെയ്യാം. അപ്പൊ അത് മാർക്കറ്റിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് SIP ആണോ ലംസം ആണോ നല്ലത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതിപ്പോ എന്നെ പോലത്തെ അഡ്വൈസേഴ്സ് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഈ സമയത്ത് ലംസം ചെയ്തോ, നിങ്ങൾ ഈ സമയത്ത് SIP തന്നെ തുടർന്നോ. ചില സമയത്ത് ഞാൻ തന്നെ പറയാറുണ്ട് SIP നിർത്തിക്കൂ എന്ന് പറയാറുണ്ട്. ഇപ്പൊ കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 2024 ജൂണിന് ശേഷം SIP ഞാൻ നിർത്താൻ പറഞ്ഞതാണ് ആളുകൾക്ക്, പോസ് ചെയ്ത് വെക്കാൻ പറഞ്ഞു, സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. കാരണം മാർക്കറ്റ് വളരെ ഹൈ വാല്യൂലാണ് പോയി നിൽക്കുന്നത്. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ ആ മാർക്കറ്റിന്റെ അവസ്ഥക്കനുസരിച്ച് SIP അല്ലെങ്കിൽ ലംസം ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. ചാറ്റ് ബോക്സിൽ ചില ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ? ചാറ്റ് ബോക്സ് ഞാൻ നോക്കിയില്ല, നോക്കട്ടെ. ആർക്കും ചോദിക്കാല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ. ചോദിച്ചോളൂ, ഞാൻ ഈ പറയാം. ടാക്സ് ഡിഡക്ഷൻ നമ്മള് അത് ഇപ്പൊ ഒരു കമ്പനിന്റെ ഷെയർ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാല് നമുക്ക് അതിന്റെ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ടാക്സ് ഡിഡക്ഷൻ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പിന്നെ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇത് പിടിക്കുമോ, അതോ നമ്മള് ഇത് പേ ചെയ്യണം? അങ്ങനെയാണ് അതിന്റെ ഉണ്ടാവില്ല. അത് NRIs ആണെങ്കിൽ ആ ടാക്സ് പിടിച്ചിട്ടാണ് നമുക്ക് ബാക്കി ക്യാഷ് തരുന്നത് മോസ്റ്റ് ഓഫ് ദി കേസസിൽ. നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ITR ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്ര ലാഭം ഉണ്ടായി, അതിന് ഇത്ര ടാക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ അടക്കേണ്ടി വരും. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഗോൾഡ് ETF ഹലാലാണോ അതോ ബൈയിങ് ഗോൾഡ് ഫിസിക്കലി എന്നാ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അതെ, ഗോൾഡ് ETF എന്ന് പറയുന്നത് ഹലാലല്ല. അതിനുള്ള പ്രധാന കാരണം ഫിസിക്കൽ ഗോൾഡ് ബാക്കപ്പ് ചെയ്യുക. അതായത് നമ്മൾ ഗോൾഡ് ETF വാങ്ങിക്കുമ്പോൾ ഫിസിക്കലായിട്ട് ഗോൾഡ് ആ കമ്പനി വാങ്ങിച്ചു വെക്കുന്നു എന്നുണ്ടെങ്കിലാണ് അത് ഹലാലായിട്ട് മാറുന്നത്. അപ്പൊ ഗോൾഡ് ETF വാങ്ങിക്കുമ്പോൾ അത് ഹലാലല്ല. അങ്ങനെയുള്ളവർക്ക് ഗോൾഡ് കോയിന് അല്ലെങ്കിൽ ഗോൾഡ് ബാറുകൾ വാങ്ങിച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. താങ്ക്സ്, വളരെ ഇൻഫർമേറ്റീവ് വിവരങ്ങളാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. താങ്ക് യു. ഓക്കെ. ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 3 വർഷമായിട്ട് എത്തിക്കൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് SIP ആയിട്ട്. അത് പ്യുവർലി ഇക്വിറ്റിയിലാണ് ഉള്ളത് ഇപ്പോൾ. അപ്പൊ അത് ഈ ഡൈവേഴ്സ് ചെയ്യാൻ പറ്റുമോ? ഈ നിങ്ങൾ പറഞ്ഞ പോലെ ETF ഡെബിറ്റ് ഹൈബ്രിഡ് ആക്കാൻ പറ്റുമോ? അതെ, ഡൈവേഴ്സിഫൈ നിങ്ങൾ ചെയ്യണം. കാരണം നമ്മുടെ പ്രായം കൂടി വരുമ്പോൾ നമുക്ക് റിസ്ക് എടുക്കാനുള്ള ശേഷി കുറയും, അല്ലെങ്കിൽ നമുക്ക് അത്ര റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു 60-ാമത്തെ വയസ്സിൽ നിൽക്കുന്ന ഒരാൾക്ക് ഫുള്ള് പോയി ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ ചെയ്തോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ചെയ്യരുത് എന്നേ പറയുള്ളൂ.
കാരണം ഓക്കെ ആൾക്ക് ഒരു 20%. അപ്പൊ നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഡെപ്റ്റ് കൂട്ടുകയും ഇക്വിറ്റി ആ നമ്മൾ ആ കുറച്ച് കൊടുക്കുകയും ചെയ്യണം. അത് അറ്റ്ലീസ്റ്റ് ഓക്കെ ഒരു 3 വർഷം കഴിയുമെങ്കിലും നമ്മൾ അതിന്റെ പോർട്ട്ഫോളിയോ റീബാലൻസിംഗ് എന്ന് പറയും. അതായത് ഒന്ന് കുറച്ച് ഓക്കെ മറ്റത് കൂട്ടുന്ന ഒരു പ്രോസസ്സ് അത് നമ്മൾ ചെയ്യണം. ഓക്കെ ഇപ്പൊ ഒരു 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താലും ഡെപ്റ്റിൽ ഒരു ഓക്കെ പോർഷൻ വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം US ട്രംപ് നിൽക്കുന്നു, നിങ്ങളുടെ മിഡിൽ ഈസ്റ്റിലൊക്കെ പ്രശ്നമാണ്, ഇന്നലെ വരെ പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ കോവിഡ് പോലത്തെ ഒരു അവസ്ഥ വന്നു വിചാരിക്കാം. നിങ്ങളിപ്പോ ഓക്കെ 10 കൊല്ലം കണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 10ാമത്തെ വർഷം കോവിഡ് പോലത്തെ സിറ്റുവേഷൻ ഒക്കെ വന്നപ്പോൾ എല്ലാം എല്ലാം വളരെ മോശം അവസ്ഥയിലായിരുന്നല്ലോ. ആ സമയത്ത് ഓക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ലാഭം തന്നെ നമുക്ക് കുറഞ്ഞു പോകും. അപ്പൊ നമ്മൾ അതിനെന്താ വെച്ചാൽ ഹെഡ്ജ് ചെയ്യാന്ന് പറയും. അതായത് ആ വീഴ്ചയുടെ ആഘാതം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ആ ഡെപ്റ്റും കുറച്ച് ഗോൾഡും എല്ലാം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വേണം, മൊത്തം പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുന്ന സമയത്ത്. ഓക്കെ ഈ ഡെപ്റ്റ് ഹലാലാണോ നമ്മൾ ചെയ്യുന്ന ഡെപ്റ്റ്? ഡെപ്റ്റിൽ ഹലാൽ ഉള്ളതും ഉണ്ട്, ഹലാൽ ഇല്ലാത്തതും ഉണ്ട്. ഓക്കെ അത് നമ്മൾ ഈ ടാറ്റ എത്തിക്കൽ ഫണ്ടിലെ കൂടി ഡെപ്റ്റ് ചെയ്യുമ്പോൾ അത് പ്യൂർലി ഇല്ല, ഹലാലാണോ ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഇക്വിറ്റി ഫണ്ടാണ്, അതൊരു ഡെപ്റ്റ് ഓക്കെ ഫണ്ട്. അപ്പൊ ഓക്കെ ഡെപ്റ്റ് ഫണ്ടുകൾ വേറെ ഒരു സെറ്റ് ഓഫ് കാറ്റഗറീസ് ഉണ്ട്. ഹലാലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസുകൾ ഉണ്ട്, ഫിക്സഡ് റിട്ടേൺ കിട്ടുന്നത്, ഈ പറഞ്ഞാൽ 7-8% ഒക്കെ കിട്ടുന്നത്. അപ്പൊ അതിനകത്തോട്ട് നമുക്കൊരു പോർഷൻ ഇപ്പൊ നമ്മളൊരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഒരു 30 രൂപ ഓക്കെ അതിനകത്തോട്ടും 70 രൂപ ഇക്വിറ്റിയിലോട്ടും ചെയ്യാം. അത് ആ ഒരു ശീലം ഇപ്പോഴേ തുടരുക. കാരണം ഓക്കെ മറ്റേ അപ്പോൾ കൂടുതൽ സാർ റിട്ടേൺ കിട്ടിയിട്ട് നമ്മൾ അതിനകത്തോട്ട് ചെയ്യരുത് എപ്പോഴും. ഓക്കെ അല്ല ഡൗട്ട് എന്ന് വെച്ചാൽ ഈ ടാറ്റ ഇതിലിപ്പോ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? ടാറ്റ എത്തിക്കല്ല വേറെ മ്യൂച്വൽ ഫണ്ടാണ് ഇതിന് സെലക്ട് ചെയ്യേണ്ടത്? അതെ 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 അത് ടാറ്റയുടെ ഫണ്ടുകളല്ല. കാരണം അല്ല ടാറ്റയുടെ ഫണ്ടുകൾ വരുന്നത് ടാറ്റ ആ എത്തിക്കൽ, ടോറസ്, ഇങ്ങനെ കുറച്ച് ശരിയായ ഫണ്ടുകളുണ്ട്. അപ്പൊ ഓക്കെ ടാറ്റയുടെ ഫണ്ടിൽ ഡെപ്റ്റ് ഫണ്ടുകൾ വരുന്നില്ല, വേറെ ഒരുപാട് കമ്പനികളിൽ വരുന്നുണ്ട്. അപ്പം വേറെ മ്യൂച്വൽ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ടാറ്റയിൽ കറക്റ്റ്, പ്യൂർലി ഇക്വിറ്റി മാത്രമേ ഉണ്ടാവും അല്ലെ? ഇക്വിറ്റി മാത്രമേ ഉള്ളൂ. കറക്റ്റ്, അതെ അതെ, വേറെ ഓക്കെ ഇൻവെസ്റ്റ്. വേറെ ഡൗട്ട് കൂടി. ഇപ്പം ഈ ശരിയ ഇൻഡെക്സ് ഫണ്ട് 500 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് പുതിയ UT ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് വരുന്നുണ്ട്. അതെ അത് അതിലും ഉം. അതിലെങ്ങനെയാണ് ഇൻവെസ്റ്റിംഗ്? അതിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞ ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഉദ്ദേശം വെച്ചിട്ട് മാത്രമല്ല, നമുക്ക് പുറം രാഷ്ട്രങ്ങളിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സൗദിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, UAE ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് ബ്രസീലിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സൗത്ത് കൊറിയയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ നമുക്കറിയാം സാംസങ്, SK ഹൈനിക്സ് എന്നൊക്കെ പറഞ്ഞ ഓക്കെ കമ്പനി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ചിപ്പുകൾ നിർമ്മിക്കുന്ന കമ്പനി NVIDIA. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കമ്പനികളുടെ കൂട്ടമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും, കാരണം വെച്ചാൽ നമ്മൾ അവിടുന്ന് സമ്പാദിക്കുന്നു, ഇന്ത്യയിലോട്ട് അയക്കുന്നു എന്നുള്ളപ്പോൾ നമ്മൾ മറ്റുള്ള ലോകം കൂടി നമ്മളൊന്ന് കാണാൻ ശ്രമിച്ചാൽ എപ്പോഴും നല്ലതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ താങ്ക് യു ഫോർ താങ്ക് യു. താങ്ക് എനിക്കൊരു ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ. ജിഷീറിന്റെ അടുത്ത് ചോദ്യം, ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് എപ്പോ എൻട്രി ചെയ്യണം, എപ്പോ എക്സിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഏതൊക്കെ ഘടകങ്ങളാണ്? അതേപോലെ ഈ മ്യൂച്വൽ ഫണ്ടിന് ഇത്ര എക്സ്പെൻസ് റേഷ്യോ, മറ്റൊരു മ്യൂച്വൽ ഫണ്ടിന് ഇത്ര എക്സ്പെൻസ് റേഷ്യോ, ഈ എക്സ്പെൻസ് റേഷ്യോ ഓരോ മ്യൂച്വൽ ഫണ്ടിന്റെയും തീരുമാനിക്കുന്നത് ഏത് ഘടകങ്ങളെ ബേസ് ചെയ്തിട്ടാണ്? ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിലോട്ട് എപ്പോൾ എൻട്രി ചെയ്യണം എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് എൻട്രി ചെയ്യണമെന്നേ പറയുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാത്തിരിക്കാൻ റെഡി ആവുക. നമ്മൾ എന്നാണോ തുടങ്ങുന്നത് എത്രയും നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത് എപ്പോൾ എക്സിറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു 10 വർഷത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു. 10 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ മോളുടെ ഒരു കല്യാണമുണ്ട്, അതിന് വേണ്ടിയിട്ട് എനിക്കൊരു 50 ലക്ഷം റുപ്യേൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഈ 10 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ 50 ലക്ഷം ആവശ്യമുള്ളതെങ്കിൽ ഞാൻ 8ാമത്തെ വർഷം തൊട്ട് ഞാൻ ഈ ഇക്വിറ്റിയിൽ നിന്നുള്ളത് ഡെപ്റ്റിലോട്ട് ഞാൻ മാറ്റി തുടങ്ങണം. കാരണം ഈ 8ാമത്തെ 9ാമത്തെ 10ാമത്തെ വർഷം ഞാൻ നേരത്തെ പറഞ്ഞ കോവിഡ് പോലത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ഈ 8 വർഷം ഉണ്ടാക്കി വെച്ചിട്ടുള്ള അധ്വാനവും അതിൻ്റെ ലാഭവും നമുക്ക് നഷ്ടപ്പെടാനുള്ളൊരു ചാൻസ് അവിടെ വന്നേക്കാം. അത് തീരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 8ാമത്തെ വർഷം തൊട്ട് ഡെപ്റ്റ് കൂട്ടുകയും ഇക്വിറ്റി കുറക്കുകയും ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫണ്ട് സ്വിച്ചിങ് നമ്മൾ നടത്തി തുടങ്ങും. ഒറ്റയടിക്ക് നടത്തൂല, വളരെ ഘട്ടം ഘട്ടമായിട്ട് 10%, 5% വെച്ച് നമ്മൾ ഇക്വിറ്റിയിൽ നിന്ന് ഡെപ്റ്റിലോട്ട് മാറ്റും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, എക്സ്പെൻസ് റേഷ്യോ തീരുമാനിക്കുന്നത് ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്.
അപ്പോൾ തീരുമാനിക്കാൻ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും അവർക്ക് തോന്നുന്ന റേറ്റ് അവർക്ക് ഇട്ടൂടെ എന്നുള്ളത്. അങ്ങനെ പറ്റത്തില്ല. കാരണം ഇവർ ഈ എക്സ്പെൻസ് റേഷ്യോ 1.3% വന്നു എന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെബിക്ക് ജസ്റ്റിഫൈ ചെയ്യണം എന്തുകൊണ്ട് ഞങ്ങൾ ഈ 1.3 വന്നു എന്നുള്ളത്. ഇനി ഇവർക്ക് ഈ എക്സ്പെൻസ് റേഷ്യോ റിവൈസ് ചെയ്യുവാനുള്ള അവസരം എന്ന് പറയുന്നത് നോർമൽ കേസിൽ എവരി ക്വാർട്ടറിലാണ്. അപ്പോൾ അത് റിവൈസ് ചെയ്ത് സെബിക്ക് അപ്രൂവലിന് കൊടുത്ത് സെബി അപ്രൂവ് ചെയ്താൽ മാത്രമേ നമ്മളെ പോലത്തെ ഇൻവെസ്റ്റേഴ്സിന് ഇവർ ഇമെയിൽ അയക്കും. ഇങ്ങനെ ഇത് കൂട്ടിയിട്ടുണ്ടെന്ന് പറയും, ഇത് കുറച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ കൂട്ടാനും പറ്റും കുറക്കാനും പറ്റും. അവർക്ക് കുറഞ്ഞ സാധനത്തിനെ കൂട്ടി കാണിക്കാൻ പറ്റില്ല, കൂടിയ സാധനത്തിനെ കുറച്ച് കാണിക്കാനും പറ്റില്ല. Any other questions? ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ ഫണ്ട് മാനേജേഴ്സിനെ നമ്മൾ എങ്ങനെ അസസ് ചെയ്യാൻ പറ്റും? ഇപ്പം ഓരോ ഫണ്ടിനും ഓരോ ഫണ്ട് മാനേജേഴ്സ് ആയിരിക്കും ഉള്ളത്. അന്നേരം ഈ ഏത് ഫണ്ട് മാനേജർ ആണ് നല്ലത്, അല്ലെങ്കിൽ ഇന്നത്, അത് എങ്ങനെയാണ് ഒരു ഫണ്ട് മാനേജറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഫണ്ട് മാനേജർ ഇപ്പം പൊതുവെ പറയുമ്പോൾ നമ്മൾ ട്രാക്ക് റെക്കോർഡുള്ള ഫണ്ടുകൾ എടുക്കാനായിട്ട് ശ്രമിക്കണം എപ്പോഴും. പുതിയതായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ജിയോ ബ്ലാക്ക് റോക്ക്, അതായത് ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ്. ജിയോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനി കൂടി ജോയിൻ ചെയ്തിട്ട് ബ്ലാക്ക് റോക്കിൻ്റെ ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ പൊതുവേ എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഈ ഫണ്ട് പറയാറില്ല. കാരണം ഒരു ഫണ്ട് ഒരു മാർക്കറ്റിൽ വന്ന് 5 വർഷമെങ്കിലും അത് അതിൻ്റെ പെർഫോമൻസ് അവിടെ കാണിക്കണം. അങ്ങനെ കാണിക്കുമ്പോഴാണ് നമുക്ക് ആ ഫണ്ട് മാനേജർ ആ പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, അയാൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റം, വാല്യൂ, ഇങ്ങനെ കുറേ സ്റ്റൈലുണ്ട്, ഏത് സ്റ്റൈലാണ് അയാൾ അഡോപ്റ്റ് ചെയ്യുന്നത്, ഇത് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിക്ക് മാച്ച് ആയിട്ടാണോ ഇത് പോകുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ മ്യൂച്വൽ ഫണ്ടും അതേപോലെ ആ ഫണ്ട് മാനേജർ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. താങ്ക് യു. ഓക്കെ, ഒരു ഡൗട്ട് കൂടെ ചോദിക്കാനുണ്ട്. നമ്മള് ഇക്വിറ്റി ഫണ്ട് പിന്നെ ഗ്രാജുവലി ഇതിലേക്ക് ഡെബിറ്റിലേക്ക് മാറ്റുമല്ലോ, അതെങ്ങനെ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത് നമുക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ? പറയാം. അത് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മൾ സ്വിച്ചിങ് പ്രോസസ് എന്ന് പറയും. ഇക്വിറ്റിയിൽ നിന്ന് നമ്മൾ ഡെപ്റ്റിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്യും ഒരു പോർഷൻസ്. അതായത് ഇപ്പോൾ ഇക്വിറ്റിയിൽ ഉള്ള ഒരു പോർഷൻ നമ്മൾ ഗ്രാജുവലായിട്ട് നമ്മൾ ഡെപ്റ്റിലോട്ട് സ്വിച്ച് ചെയ്യും. രണ്ടാമത് നമ്മൾ പിന്നെ ഫർദർ ചെയ്യുന്ന അന്ന് തൊട്ട് നമ്മൾ പിന്നെ ഫർദർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഈ റേഷ്യോ നമ്മൾ കീപ്പ് ചെയ്യണം. അതായത് 30% ഡെപ്റ്റിലും 70% ഇക്വിറ്റിയും. പ്രായം ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും 70% ഡെപ്റ്റിലും 30% ഇക്വിറ്റിയിലും. നിങ്ങളൊരു 65 വയസ്സായി കഴിഞ്ഞാൽ ഞാൻ പറയും 85% ഡെപ്റ്റിലും 15% ഇക്വിറ്റിയിലും എന്ന് പറയും. അത് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ വാല്യൂ മാറ്റാൻ പറ്റില്ല, നമ്മൾ പുതിയ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് മാറ്റുന്നത്, എങ്ങനെയാണത്? അതായത് ഓൾറെഡി ഉള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ ഇപ്പോഴത്തെ പോർട്ട്ഫോളിയോ ഒന്ന് റിവ്യൂ ചെയ്യണം. അപ്പം നിങ്ങളുടെ പ്രായം നോക്കും, നിങ്ങളുടെ റിസ്ക് നോക്കും, നിങ്ങൾക്ക് എന്താണ് ഈ പൈസ വേണ്ടത്, നിങ്ങൾ എത്ര കാലം ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, ഇതൊക്കെ അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നിങ്ങളുടെ ഇക്വിറ്റിയിൽ നിങ്ങളിപ്പോൾ 75% നിലനിർത്തണം, ബാക്കി വരുന്ന 25 നിങ്ങൾ കട്ട് ചെയ്യണമെന്ന് അവിടുന്ന് റിഡംഷൻ നടത്തി അല്ലെങ്കിൽ അവിടുന്ന് സ്വിച്ച് ചെയ്ത് നമ്മൾ മാറ്റും. ആ ഫണ്ടിൽ നിന്ന് വേറെ ഫണ്ടിലോട്ട് നമ്മൾ അതിനെ മാറ്റും, ഉള്ളിൽ സ്വിച്ച് ചെയ്യും. NAV എന്ന് പറഞ്ഞാൽ NAV അല്ല, അതാണല്ലോ മാറ്റം, അതാണ് മാറ്റം അല്ലെങ്കിൽ അല്ല, NAV അല്ല മാറ്റം. നമുക്ക് ടോട്ടൽ അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പ്ലസ് നിങ്ങളുടെ ലാഭം, ഇതാണല്ലോ നമ്മുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. ഈ ടോട്ടൽ വാല്യൂവിന്റെ 25% നമ്മൾ തീരുമാനിക്കുന്ന ആ 25% മാറ്റും. അത് നമ്മൾ ഒറ്റയടിക്ക് മാറ്റൂല, വളരെ ഗ്രാജുവൽ ആയിട്ട് 2%, 3%, 2%, 3% നമ്മൾ അങ്ങനെ മാറ്റി ഏകദേശം അടുത്ത 6-7 മാസം സമയം കൊണ്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ഒരു ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും നമ്മുടെ ലാഭം ഒരു 10 ലക്ഷം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 2 ലക്ഷം മാറ്റും ഗ്രാജുവലി. അത് ഒറ്റയടിക്ക് മാറ്റില്ല, വളരെ ഗ്രാജുവലി. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ പറയും ടാറ്റ എത്തിക്കൽ ഫണ്ടിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ അതിൽ തന്നെ വേറൊരു ഫണ്ടിലോട്ട് മാറാൻ പറ്റും. പക്ഷെ ആ സമയത്ത് നിങ്ങൾ മാറുന്ന സമയത്ത് നമ്മളൊരു ടാക്സ് കാൽക്കുലേഷൻ നടത്തണം. കാരണം സ്വിച്ചിങ് പ്രോസസ്സിൽ അവിടെ ടാക്സ് അട്രാക്ട് ചെയ്യും, ടാക്സ് വാങ്ങും. അപ്പോൾ ആ ടാക്സിന്റെ ഒരു കാൽക്കുലേഷൻ നടത്തിയിട്ട് വേണം നമ്മൾ ഏറ്റവും കുറച്ച് ടാക്സ് എങ്ങനെ ഗവൺമെന്റ് അടക്കാൻ നോക്കിയിട്ട് വേണം നമ്മൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരേ ഒരു ചോദ്യം കൂടി. ഹലോ, ചോദിച്ചോളൂ.
ഈ നമുക്ക് ഡിവിഡൻഡ് കിട്ടുമെന്ന് പറയുന്നു, കമ്പനിയുടെ ഡിവിഡൻഡ്, സ്റ്റോക്ക് സ്പ്ലിറ്റ്, ഇതെല്ലാം നമ്മളിപ്പോ ഒരു പോർട്ട്ഫോളിയോ നമുക്കുണ്ടെന്ന് വിചാരിക്കാം മ്യൂച്വൽ ഫണ്ടിന്റെ. അന്നേരം ഈ മ്യൂച്വൽ ഫണ്ട് 6 മാസം ഇത്ര സ്റ്റോക്കുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എത്ര ഡിവിഡൻഡ് എനിക്ക് കിട്ടി, എത്ര സ്റ്റോക്ക് സ്പ്ലിറ്റ് സംഭവിച്ചു, എത്ര ബോണസ് എനിക്ക് കിട്ടിയെന്ന് എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമോ എന്റെ പോർട്ട്ഫോളിയോയിൽ? ഈ പോർട്ട്ഫോളിയോ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീം അല്ലെങ്കിൽ എയിംസ് നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് അവർ തരും. ഓരോ സമയത്തേക്കുള്ള റിപ്പോർട്ട് നമുക്ക് തരും. ആ 6 മാസത്തിനുള്ള റിപ്പോർട്ട്, അതായത് ഈ 6 മാസത്തിൽ ഇത്ര കമ്പനീസിൽ അത് നമുക്ക് ഏതൊക്കെയാണ് 6 ബോണസ് മാസം തന്നത്? എന്നല്ല, നമുക്ക് എത്ര സമയം നമുക്ക് ചോദിക്കാം. ആ സമയത്തേക്കുള്ള റിപ്പോർട്ട്സ് അവർ തരും. അതായത് ഇന്ന ഡേറ്റിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, ആ ഡിവിഡൻഡ് എമൗണ്ട് നെറ്റ് അസറ്റ് വാല്യൂ, അതായത് NAV-ലോട്ട് അവർ മാറ്റും. അതുകൊണ്ടാണ് നമ്മളെ NAV കൂടി പോകുന്നത്. ബോണസ് ഷെയർ വരുമ്പോൾ അത് നമ്മളെ NAV-ലോട്ട് മാറ്റും. അപ്പം ഇങ്ങനെ എല്ലാതും NAV-ലോട്ട് മാറുമ്പോഴാണ് ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിന്റെ NAV കൂടുമ്പോൾ നമ്മളെ റിട്ടേൺ കൂടുന്നത് ഈ പറഞ്ഞ NAV കൂടുമ്പോഴാണ്. അപ്പൊ ഇതിനൊരു അത് സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടോ? ഫോർ എക്സാമ്പിൾ 10 രൂപയ്ക്ക് ഇത്ര ഇക്വലന്റ് NAV, അല്ലെങ്കിൽ 10 ബോണസ് ഷെയറിന് ഇത്ര NAV കൂടും, അങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടോ? 10 ബോണസ് ഷെയർ എന്നുള്ളതല്ല. ഇപ്പം നമ്മൾ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരുപാട് കമ്പനികളുണ്ട്. ആ ഓരോ കമ്പനികളും ഓരോ രീതിയിലായിരിക്കും ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഓരോ രീതിയിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റുകൾ സംഭവിക്കും. അപ്പം ഇതെല്ലാം ആണ് നമ്മുടെ NAV-ലോട്ട് വരുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എഫക്റ്റാണ് നമ്മുടെ NAV-ലോട്ട് വരുന്നത്. അപ്പം അത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എയിംസുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്ര സ്റ്റോക്ക് സ്പ്ലിറ്റ് ഏതൊക്കെ സമയത്ത് സംഭവിച്ചു, ഏതൊക്കെ കമ്പനികൾ, ഇപ്പം നമ്മുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കോൾ ഇന്ത്യ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, ഈ ഡിക്ലെയർ ചെയ്ത ഡേറ്റിനുള്ള ഡിവിഡൻഡ് ഇന്ന NAV-ലോട്ട് ഇന്ന ഡേറ്റിന് അഡ്ജസ്റ്റ് ചെയ്തു. ഇതാണ് ഫണ്ട് മാനേജറുടെ ഒരു ജോലി എന്ന് പറയുന്നത്. താങ്ക് യു. എനിക്കൊരു ക്വസ്റ്റ്യൻ വന്ന് ഞാൻ ജസ്റ്റ് വായിക്കാം. ഇഫ് യു ആർ സെറ്റിംഗ് അപ്പ് മന്ത്ലി SIP വിച്ച് ഇസ് ദ ബെസ്റ്റ് ഡേറ്റ് ടു ചൂസ്? ബെസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ് ഇല്ല. നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ശമ്പളം കിട്ടിയ നാളെ അക്കൗണ്ടിൽ നിന്ന് ആ ക്യാഷ് ഓട്ടോ ഡെബിറ്റ് ചെയ്ത് ഇൻവെസ്റ്റഡ് ആവണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? നമ്മൾ അതെടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ചിലവാക്കി കളയും. അതുകൊണ്ട് ഇന്ന് സാലറി കിട്ടിയ നാളെ രാവിലെ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാന്നുള്ളതാണ്. ഇസ്ലാമിക്കലി 24 ഗോൾഡ് ഫിസിക്കൽ ഗോൾഡ് SIP പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയാമോ? ഞാൻ പറഞ്ഞു, ഗോൾഡിൽ ഉള്ള ETF ഉണ്ട്. അപ്പോൾ ഗോൾഡ് ETF എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഗോൾഡിനെ വാങ്ങി സൂക്ഷിക്കുന്നതാണ്. ഇപ്പം വിസ്റ്റം ട്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ വരുന്നുണ്ട്. അവർ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ഗോൾഡിനെ ബാക്കപ്പ് ചെയ്യും. അതായത് നമ്മൾ സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനവിടെ ഫിസിക്കൽ ഗോൾഡ് അവിടെ വരും. 1 കിലോഗ്രാം ഗോൾഡ് ആകുമ്പോഴോ അല്ലെങ്കിൽ 1 കിലോഗ്രാം സിൽവർ ആകുമ്പോഴോ നമുക്ക് വേണമെങ്കിൽ നമ്മൾ അഡ്രസ്സിലോട്ട് ഡെലിവറി എടുക്കാൻ പറ്റും. അങ്ങനെ വരുന്നതാണ് ഹലാലായിട്ട് വരുന്നത്. അല്ലാതെ വരുന്നൊന്നും ശരിയാ കംപ്ലൈൻസ് അല്ല, അല്ലെങ്കിൽ ഹലാലല്ല. മിഡിൽ ഈസ്റ്റിൽ തന്നെ ചെയ്യാൻ ഒരു ഫണ്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഫണ്ട് ഞാനൊരു പേര് പറയില്ല. പേര് പറയാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ പ്രായം അറിയില്ല, എനിക്ക് നിങ്ങളുടെ ഇൻകം അറിയില്ല, എക്സ്പെൻസ് അറിയില്ല, നിങ്ങൾ എത്ര വർഷത്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ റിട്ടയർമെൻറ്റിനാണോ, കുട്ടികളുടെ പഠിത്തത്തിനാണോ, വീട് വെക്കാനാണോ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അവസ്ഥ ഞാൻ നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളടുത്ത് ഇരുന്ന് ഒരു 1/2 മണിക്കൂർ ഡിസ്കസ് ചെയ്താലാണ് എനിക്ക് നിങ്ങൾക്ക് ഇത് പറ്റുമെന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്നത്. അല്ലാതെ ഞാനിപ്പോൾ ഒരു പേര് പറഞ്ഞു, ഇപ്പം നമ്മളെല്ലാം ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ലാർജ് ക്യാപ്പ് ഉണ്ട്. HDFC ലാർജ് ക്യാപ്പ്, നിപ്പോൺ ലാർജ് ക്യാപ്പ്, ഇങ്ങനെ കുറേ ഫണ്ടുകളുണ്ട്. അപ്പോൾ ഈ ഫണ്ടിൽ ഇയാൾക്ക് ഏതാണ് പറ്റുന്നത് എന്നുള്ളത് ആ ആളെടുത്ത് എനിക്ക് സംസാരിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതായത് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഉത്തരത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത് ബെസ്റ്റ് ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. അങ്ങനെ ഒരു സർവീസ് കിട്ടാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ സർട്ടിഫൈഡ് അഡ്വൈസർ ആണ്. അപ്പോൾ നിങ്ങളുടെ നിലവിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് ഞാൻ നിങ്ങളുടെ അടുത്തുള്ള ഡിസ്കഷൻ നടത്തും. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞോളെ നിങ്ങളെ ഫിനാൻഷ്യൽ പിക്ചർ എനിക്ക് വേണം. മെയിനായിട്ട് നിങ്ങളുടെ വരുമാനം, കടങ്ങൾ, നിങ്ങൾക്ക് ലോണോ മറ്റ് വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ്, അതേപോലെ നിങ്ങളുടെ വരുമാനത്തിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേരുണ്ട്, ഇത്രയും കാര്യങ്ങൾ കിട്ടണം. നിങ്ങളുടെ പോർട്ട്ഫോളിയോ എനിക്ക് റിവ്യൂ ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. ഇപ്പോൾ എന്നെ കണക്ട് ചെയ്താൽ മതി. അതനുസരിച്ചിട്ട് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും.
എനിക്കൊരു ജിംസി സാഹിബ് 2 നിങ്ങളെ ലെറ്റർ കണക്ട് നിങ്ങൾ ചെയ്യാനല്ല ഒരു എഴുതി ഒരു തരണം. ഒരു മാർഗം പറഞ്ഞു കൊടുക്കുകയും മെസ്സേജ് ചെയ്ത രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, എങ്ങനെ നിങ്ങളെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പറോ മറ്റെന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ അവർക്ക് ഞാനിവിടെ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ഞാൻ ആ ഇവിടെ തന്നെ ഇൻവെസ്റ്റ്മെന്റിന്റെ ആ സ്ക്രീനിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പർപ്പസ് മതി. ഇപ്പൊ നിർത്തിയിട്ടില്ല സ്ക്രീൻ ഉണ്ടല്ലോ, ക്യു എ സെഷന്റെ ആ സ്ക്രീനിലൊന്ന് ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. എന്നാൽ പിന്നെ എല്ലാവർക്കും ഡയറക്റ്റ് നിങ്ങളെ ആ കോൺടാക്ട് ചെയ്യാൻ പറ്റും, അതെ, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എഡിറ്റബിൾ ആണെങ്കിൽ. ആ ഞാൻ ഇവിടെ ചാറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ആ കാണാൻ ഓക്കെ, പറ്റും തോന്നുന്നു. യെസ് യെസ്. 730 610 2334 ഇന്ത്യൻ നമ്പർ ആണ് അല്ലേ? നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്കും എനിക്കും പറ്റുന്ന ഒരു സമയത്ത് നമുക്ക് നേരിട്ട് ഡിസ്കസ് ചെയ്യണം. കാരണം ഡിസ്കസ് ചെയ്യാതെ എനിക്ക് ഒന്നും ഒരു പേര് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം നിങ്ങൾ അവിടെ ഹാർഡ് ഏൺ ചെയ്തുണ്ടാക്കുന്ന വെയിൽ കൊണ്ടുണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് നാളെ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം വേണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് കാര്യമില്ല. SBI പ്യുവർ ഫണ്ട് ഈസ് ആൻ SBI പ്യുവർ ഫണ്ട് എന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബാങ്കുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ യൂലിപ്പ് പ്ലാൻ എന്ന് പറയും. ആ പേര് അവർ പറയില്ല നിങ്ങളടുത്ത്. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. അതായത് അവർ പറയും നിങ്ങൾക്ക് 1 കോടിയുടെ ആക്സിഡൻറ്റ് കവറേജ് ഉണ്ട്. അതേപോലെ നിങ്ങൾ 5 വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം റിട്ടേൺ ഒക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് നമ്മളെ വാട്സപ്പിലും ഗ്രൂപ്പുകളിലൊക്കെ കുറേ പോസ്റ്ററുകളൊക്കെ വരും. ദയവ് ചെയ്ത് അങ്ങനത്തെ പോസ്റ്ററുകളോ കാര്യങ്ങളോ കാണുമ്പോൾ ഒറ്റ കാര്യം ചെയ്യുക, പഠിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക. കാരണം ഇതെല്ലാം കൂട്ടി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി കാണാൻ FCNR അക്കൗണ്ടിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരസ്യങ്ങൾ ഈയിടയ്ക്ക് എന്നെ ഒരാൾ കണക്ട് ചെയ്തു കുവൈത്ത് നിന്നുള്ള. ആ സമയത്ത് ചോദിച്ച സമയത്ത് അതിൽ അഡ്വർടൈസ്മെൻറ്റ് വളരെ വലുതാക്കി ഇതിന് 18% റിട്ടേൺ കിട്ടുന്നുള്ളത്. അപ്പോൾ ഈ 18% റിട്ടേൺ കിട്ടുന്ന പറഞ്ഞാൽ അവർ പറഞ്ഞ സാധനം ഞാനൊരു എക്സൽ ഷീറ്റിലിട്ട് അതിൻ്റെ കാൽക്കുലേഷനൊക്കെ ഒന്ന് നടത്തി നോക്കിയപ്പോൾ കണ്ടെന്നത് 12.1%. അപ്പോൾ ഈ മാർക്കറ്റിങ്ങിൻ്റെ വിശദത വേണ്ടിയിട്ട്, കാരണം വെച്ചാൽ അതിൻ്റെ ചിലവും അതിൻ്റെ എക്സ്പെൻസും അതിൻ്റെ കമ്മീഷനും എല്ലാം കഴിച്ചു നോക്കുമ്പോൾ അത്രേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു സാധനം കണ്ടിട്ട് ചാടി കയറി ഒന്നിലും കയറി ഒപ്പിടാതിരിക്കുക, ഒരു സ്കീമിലും ചേരാതിരിക്കുക. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ നോക്കണം. മിക്കവരും ഭൂരിഭാഗം പേരും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ലാത്ത കാരണം പല രീതികളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ പോയി ചാടും. പിന്നെ 10-15 കൊല്ലം നമ്മളത് അടച്ച് വരുമ്പോൾ കൂട്ടി കിഴിച്ച് നോക്കുമ്പോൾ 3.5-4% ബാങ്കിലിട്ടാൽ പോലും അതിനേക്കാളും പൈസ കിട്ടുന്ന, വെറുതെ ബാങ്കിൽ കിടന്നാൽ പോലും ഈ പറഞ്ഞ 2.5-3% അവിടെ പലിശ കയറും. അതുപോലും കിട്ടാത്ത സ്കീമുകളുണ്ട്. ആക്ച്വലി ചെയ്യുന്ന നിങ്ങളെ പൈസ ഇട്ടിട്ട് അവർ ഇതേപോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. അവർക്ക് അവിടെ ഒരു 12-14% കിട്ടും. നിങ്ങൾക്കൊരു 4% തന്നാൽ അവർക്ക് 8% അവിടെ ലാഭമാണ്. അപ്പോൾ അത് പഠിക്കുക, ആവശ്യമുള്ളതാണോ മനസ്സിലാക്കുക, ആവശ്യമുള്ളതാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ അതിനെ നോ പറഞ്ഞ് ഒഴിവാക്കുക. SBNRI എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സത്താർ ചോദിച്ചിട്ടുണ്ടെന്ന്. SBNRI എന്ന് പറഞ്ഞാൽ സേവിങ്സ് ബാങ്ക്, NRI എന്ന് പറഞ്ഞാൽ NRI എനിക്ക് തോന്നുന്നത് അതല്ല, SBNRI എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഒരു ഫണ്ട് മാനേജിങ് ടീം അല്ലെങ്കിൽ ഒരു അഡ്വൈസറി ടീമാന്ന് തോന്നുന്നുണ്ടെന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡന്റ് പ്ലാറ്റ്ഫോമാണ്. അതായത് ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പല ആളുകൾക്കും ഫേസ്ബുക്കിലും മെയിലും ഒക്കെ ആയിട്ട് ഇതേക്കുറിച്ച് പിന്നെ ഇത് വരുന്നുണ്ട്. അവർ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഷെയർ മാർക്കറ്റും അതേപോലെ മ്യൂച്വൽ ഫണ്ടിൽ അഡ്വൈസർ ആയിട്ടാണ് തോന്നുന്നുണ്ട്. അതേപോലെ ITRF പിന്നെ ഫയൽ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് ആ രീതിയിലാണ് തോന്നുന്നുണ്ട്. പക്ഷെ അവരുടെ എക്സാക്ട്ലി അവരുടെ എന്താണ് എന്നുള്ളത് കൂടുതൽ ആർക്കും അറിയില്ല. അത് മോസ്റ്റ്ലി ഒരു സ്കീമുണ്ട്. മോസ്റ്റ്ലി അതായിരിക്കും. ഞാൻ എന്തായാലും നോക്കാം. എനിക്ക് തോന്നുന്നു PP, അതായത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയും. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ്, PMS സർവീസ് എന്ന് പറയും. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് PMS നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സംഖ്യ വാങ്ങി അവരെന്നെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് നോക്കുന്ന ഒരു ഇത്. ഞാൻ പേഴ്സണലി അത് റെക്കമെൻഡ് ഇല്ല. കാരണം നമ്മുടെ ക്യാഷ് നമ്മുടെ കണ്ണിൽ നമുക്ക് കാണണം എന്താ നടക്കുന്നതെന്ന്. നിങ്ങളുടെ ക്യാഷ് നിങ്ങൾ നോക്കുന്ന അത്രയും വേറെ ആരും നോക്കൂല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കൺട്രോളിൽ അതിനെപ്പോഴും കൊണ്ടുവരണം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റണം, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇടാൻ പറ്റണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചോദ്യം കൂടെ, താങ്കൾ ETF-ൽ നിക്ഷേപിക്കുന്നതിന് ഇത് ചെയ്യുന്നുണ്ടോ, പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ, അതോ മ്യൂച്വൽ ഫണ്ട് ആണോ ETF ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലത്? ഇപ്പോൾ സ്മാൾ ക്യാപ്പ് കമ്പനീസ്, ചെറിയ കമ്പനികളൊക്കെ വരും. അപ്പോൾ അതിൽ സ്മാൾ ക്യാപ്പ് ചെറിയ കമ്പനികളുടെ ETF ഉണ്ട്, ചെറിയ കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ചെറിയ കമ്പനികളുടെ ETF-ൽ കിട്ടുന്നതിനേക്കാളും റിട്ടേൺ ചെറിയ കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ടിൽ കിട്ടും. കാരണം അവിടെ ഒരു ഫണ്ട് മാനേജർ ആക്റ്റീവായിട്ട് അതിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ ചില മ്യൂച്വൽ ഫണ്ടുകളുണ്ട് ETF-ൻ്റെ റിട്ടേൺ പോലും തരാത്തത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ മ്യൂച്വൽ, അതായത് ETF-ൻ്റെ മേലെ, ETF എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഫണ്ടാണ്. ആ ഇൻഡെക്സ് ഫണ്ടിൻ്റെ മുകളിൽ റിട്ടേൺ തരുന്ന മ്യൂച്വൽ ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, നല്ല ട്രാക്ക് റെക്കോർഡുള്ള കമ്പനി ആയിരിക്കണം. ഒന്ന്, ആ ഫണ്ട് മാനേജർ
ടീം, നമ്മുടെ അസറ്റ് മാനേജ് ചെയ്യുന്ന ടീം നല്ലതായിരിക്കണം, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈല് നല്ലതായിരിക്കണം. ഈ 3 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിക്ക കേസുകളിലും ETF ഇത് ബീറ്റ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, മിഡിൽ ഈസ്റ്റിൽ മാത്രം തന്നെ ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടോ? മിഡിൽ ഈസ്റ്റിൽ മാത്രമായിട്ട് ചെയ്യരുത്. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എമേർജിംഗ് കൺട്രിയാണ്. അതേപോലെ തന്നെ ഒരുപാട് രാഷ്ട്രങ്ങളിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇന്ത്യയിലും, ഇപ്പം നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിൽക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും മാത്രമല്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ സൗത്ത് കൊറിയയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങൾ ബ്രസീലിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങൾ ഈ പറഞ്ഞ യൂറോപ്പിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇവിടെ ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ChatGPT അല്ലേ? ഈ ടെക്നോളജി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ പിന്നിൽ ഡാറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ടെക്നോളജി വർക്ക് ചെയ്യുന്നുണ്ട്. TSMC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ഇതിന് ചിപ്പുകൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഈ TSMC എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനി ഇതിൻ്റെ ചിപ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ കമ്പനികൾ ഇൻവോൾവ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ എന്തുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൂടാ? അപ്പം നമുക്ക് പുറത്തൊരു ലോകമുണ്ട്, അതും കൂടി നമ്മൾ ഇടയ്ക്കൊന്ന് നമ്മൾ കാണണം. അതാണ് നമുക്ക് എപ്പോഴും പറ്റുന്നത്. കാരണം നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ വാർത്ത കേൾക്കുന്നു, ന്യൂസ് കേൾക്കുന്നു, പേപ്പർ വായിക്കുന്നു. ദുബായിൽ നിങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ട്, അവിടുത്തെ കാര്യമാണ്. ഇതിന് പുറത്തൊരു വേൾഡ് ഉണ്ട്. അപ്പോൾ ആ വേൾഡിക്കും കൂടി ഒന്ന് കാണാൻ പറ്റും. എൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഒരാൾ ചോദിച്ചു, ഞാനതിവിടെ കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. Any further അതേപോലെ questions? ഒരു ചോദ്യം കൂടെ. അതേപോലെ നമ്മളൊരു ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യാൻ നേരം, അല്ലെങ്കിൽ ഒരു ഫണ്ടിൽ നിന്ന് എപ്പോ എക്സിറ്റ് ചെയ്യണമെന്ന് നമ്മൾ എങ്ങനെയാ തീരുമാനിക്കുക? ഇപ്പൊ താങ്കൾ ഒരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസ് ചെയ്യുന്ന ഒരു ബ്രോക്കറാണല്ലോ, അന്നേരം താങ്കൾ ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു സമയം കഴിയുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറാം എന്ന് തീരുമാനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ 2 രീതിയിലുള്ള, ഞാനിപ്പോൾ എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് 2 രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ അവരുടെ അടുത്ത് കൊണ്ടുപോകും. ഒന്ന് കോർ പോർട്ട്ഫോളിയോ എന്ന് പറയും, ഒന്ന് സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയും. ഈ കോർ പോർട്ട്ഫോളിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷത്തിൽ ഒക്കെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കോർ പോർട്ട്ഫോളിയോ. അവിടെ നമ്മൾ ഇങ്ങനെ മാറ്റി കളിക്കില്ല. എന്നാൽ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയും, അതായത് ഇതിനകത്ത് നമ്മൾ സെക്ടോറൽ ഫണ്ടുകൾ അല്ലെങ്കിൽ തിമാറ്റിക് ഫണ്ടുകളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ ലാഭം എടുക്കും. ആ കിട്ടുന്ന ലാഭം നമ്മൾ എന്ത് ചെയ്യും? ആ കിട്ടുന്ന ലാഭത്തിന് നമ്മൾ ഈ കോർ പോർട്ട്ഫോളിയോയിലോട്ട് നമ്മൾ മാറ്റും. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടൊരു ലാഭവും കിട്ടും, നമ്മൾ ഓൾറെഡി ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരുകയും ചെയ്യും. ഇനി എപ്പോൾ എക്സിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ചിലർ വെൽത്ത് ക്രിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളതിനെ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയും. അതായത് നമ്മൾ ഓരോന്നിനും ഓരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഒരു വീട് വെക്കണം, എനിക്കിപ്പോൾ 2030 ഒരു വീട് വെക്കണം എന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാനിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ 2030 എത്തുന്നതിന് മുന്നായിട്ട് 2028 പകുതിയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിന്നുള്ള വിഡ്രോവൽ നമ്മൾ നടത്തി തുടങ്ങും. അപ്പോൾ നമ്മളെ ഗോള് ഓരോരുത്തരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടാണ് ഫണ്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നതും ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഹൊറൈസൺ ടൈം തീരുമാനിക്കുന്നതും. പക്ഷേ ചില ആളുകൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ മാറിയിട്ട് ഒരുപക്ഷെ അതിൻ്റെ മുന്നേ എടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസും വരാറുണ്ട്. ഇപ്പോൾ ഗൾഫിൽ നിന്ന് തന്നെ മിഡിൽ ഈസ്റ്റിൽ വാർ വന്ന സമയത്ത് എൻ്റെ അടുത്ത് ഏകദേശം എനിക്കൊരു 6 ആൾക്കാർ ജോലി പോയി പെട്ടെന്ന്. അപ്പോൾ അവർ പെട്ടെന്ന് അവർക്ക് നാട്ടിലോട്ട് വരേണ്ടതായിട്ട് വന്നു. ഒരാൾക്ക് വിസയിലൊരു ഇഷ്യൂ വന്നു, ആൾക്ക് നാട്ടിലോട്ട് വരേണ്ടതായിട്ട് വന്നു. നെക്സ്റ്റ് വീക്കിൽ അയാൾക്ക് നാട്ടിലൊരു വരുമാനമില്ല. വരുമാനം ഉണ്ട്, പക്ഷെ ജീവിക്കാനുള്ളൊരു വരുമാനം എത്തൂല. ആ സമയത്ത് എന്ത് ചെയ്തു? ഓട്ടോമാറ്റിക്കലി ആ SIP അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിനെന്തായി? മന്ത്ലി പെൻഷൻ കിട്ടുന്നത് പോലെ വിഡ്രോവൽ ആക്കി കൊടുത്തു. കാരണം ആ ആളെ സമയം അവിടെ നടന്നു പോവുക, അത് കഴിഞ്ഞ് തിരിച്ച് ഗൾഫിലോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അതുവരെയുള്ളൊരു സമയമൊക്കെ അവിടെ സ്മൂത്ത് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. Okay, so let us move to the wind up because it's already time over and too much time. Okay, most of the questions you have answered already. സോ ഇത് നമ്മളുടെ ക്ലോസിംഗ് സെഷൻ ആണ്. ക്ലോസിംഗ് സെഷനിൽ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. റിയാദിലെ ഒരു പ്രമുഖ സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറും, അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലും അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഇൻവെസ്റ്റ്മെന്റുകളിൽ കൂടുതൽ താല്പര്യമുള്ളൊരു വ്യക്തിയുമാണ്. ഞങ്ങളടക്കം പല റിയാദിലെ, അതായത് പുള്ളിക്കാരി റിയാദിലെ പൊതുമേഖലയിൽ പല സാമൂഹ്യ സംഘടനകളിലും വിദ്യാഭ്യാസ സംഘടനകളിലും പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ്. ഒരു വെൽ നോൺ പേഴ്സണാലിറ്റിയാണ് റിയാദിലെ. സിജിയുടെ ഒരു പ്രവർത്തകയാണ്. ഞങ്ങൾ ഒന്നിച്ച് ചില പ്ലാറ്റ്ഫോമുകളിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. സാമൂഹ്യ
രംഗത്ത് നല്ല പ്രവർത്തന പരിചയമുള്ള വ്യക്തിയാണ്. ലെറ്റ് us വെൽക്കം മിസ് ഫെബിന നിസാർ ഫ്രം കാലിക്കറ്റ്. ഫെബിന, മിസ് ഫെബിന, Okay, ഓവർ Assalamu ടു യു. alaikum. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Yeah, thank you, Abubakar Saib, for the introduction. വെൽക്കം. And ലിസണേഴ്സായ എല്ലാവർക്കും എൻ്റെ സലാം. ഞാൻ എല്ലാ ലിസണേഴ്സിന്റെ പേരിൽ ആദ്യം തന്നെ ജഷീർ സാഹിബിന് ഒരു വലിയ നന്ദി പറയുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും അത് എന്തൊക്കെ ടൈപ്പ് ആണെന്നും ഹൗ ടു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പൈസ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ലൈക്ക് ഒരു വൈസ് ആയിട്ടുള്ള രീതിയിൽ അതിനെ ഉപയോഗിക്കണം എന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു തന്നു. എനിക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ മ്യൂച്വൽ ഫണ്ട് SIP എന്നൊക്കെ കേട്ട് തുടങ്ങിയപ്പോൾ എന്താണെന്ന് അറിയണം എന്നുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും ഗൂഗിളാണ് ഫസ്റ്റ് നോക്കുക. പക്ഷെ അപ്പൊ ഒരു ഭയങ്കര വാസ്റ്റ് ഫീൽഡ് ആയിട്ട് അതൊരു കുറച്ച് കഴിയുമ്പോൾ ബോറിംഗ് ആയി മാറും. അങ്ങനെ എൻ്റെ അറ്റംപ്റ്റ് ഒരിക്കലും അത് കംപ്ലീറ്റ് ആവാറില്ല. പക്ഷെ ഇന്നത് അങ്ങനെ അബൂബക്കർ സാഹിബിന്റെ ചിലരെ കാര്യം എന്ന് കണ്ടപ്പോ തന്നെ അത് അറ്റൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പം തുടങ്ങിയപ്പോ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എല്ലാവർക്കും പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള, എന്നെ പോലെ ഒട്ടും മ്യൂച്വൽ ഫണ്ട് എന്താണ് എന്തൊക്കെ ടൈപ്പാന്ന് അറിയാത്തവർക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. മാത്രമല്ല നമ്മള് എപ്പോഴും ഒരു ബേസിക് ചിന്തയുണ്ട് എല്ലാവർക്കും, നാട്ടിലെന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ അത് മാറി ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, കൊറിയയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെ നമ്മൾ വൈഡ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് കിട്ടി. പിന്നെ ഏജ് നോക്കിയിട്ടും നമ്മുടെ ഇതൊക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ്മെന്റ്സിനെ മാറ്റാം. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ലൈക്ക് യു റിയലി നമ്മളിത് അറ്റൻഡ് ചെയ്ത് അത്രയും ടൈം ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആവാതെ ഫുൾ ഇൻഫോർമേറ്റീവും ഇനി ഫെർദർ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി സ്റ്റഡി ചെയ്യാനുള്ള ഒരു ഭയങ്കര ഒരു എനർജി എനിക്ക് ഇതിൽ നിന്ന് കിട്ടി. ഞാൻ ഇതുവരെ കുറെ അറ്റംപ്റ്റ് ചെയ്തു, മതിയാക്കി. പക്ഷെ ഇനി എനിക്കത് ഫെർദർ അറിയണം, കൂടുതൽ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. അത് ലിസൺ ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് കേട്ട് മറക്കാതെ ജഷീർ സാഹിബ് പറഞ്ഞ പോലെ ഇന്ന് തന്നെ മ്യൂച്വൽ ഫണ്ട് എന്തിലെങ്കിലും ചെയ്യുക. എനിക്കും പേഴ്സണലി നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മള് മക്കള് ജനിച്ച് ചെറുതാവുമ്പോൾ ചെയ്തിട്ട് പിന്നെ മോന്റെ വെഡിങ് ആയിട്ട് അത് എടുത്തപ്പോൾ ലൈക്ക് ഇറ്റ് ഹ്യൂജ് ടു എ ബിഗ് എമൗണ്ട്. പക്ഷെ അന്നൊക്കെ ഹസ്ബൻഡ് മാനേജ് ചെയ്തോണ്ട് എനിക്ക് അറിയില്ല എന്താ സംഭവം എന്നൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്കത് അറിയണം. ടുഡേ ഐ റിയലി ഗോട്ട് എ ഗുഡ് മോട്ടിവേഷൻ ടു ലേൺ ഫ്രം യു ആൻഡ് ഗോ അഹെഡ് വിത്ത് ദാറ്റ്. താങ്ക് യു ജഷീർ സാഹിബ്. ആൻഡ് ഈ താങ്ക് യു മച്ച്. പ്രോഗ്രാം അറേഞ്ച് ചെയ്ത അബൂബക്കർ സാഹിബ്, ലൈക്ക് ഹി റിയലൈസ് ദ ഇമ്പോർട്ടൻസ്. ലൈക്ക് മെനി ഇവിടെ ഉള്ള എക്സ്പാട്രിയേറ്റ്സിന് ഈ ഒരു ഫീൽഡിൽ അത്ര അറിയില്ല, പലരും ഇൻവെസ്റ്റ്മെന്റ്സ് നല്ല വൈസായിട്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ അത് എന്താ പറയാ ബോധവൽക്കരണം ചെയ്യാനായിട്ട് അബൂബക്കർ സാഹിബ് എടുക്കുന്ന എഫേർട്ട്, ലൈക്ക് ഇറ്റ്സ് വെരി ഹീസ് ടേക്കിംഗ് ഓവർ ഔട്ട് ഓഫ് ദ ബോക്സ് എഫേർട്ടാണ് എടുക്കുന്നത്. ലൈക്ക് അതിന് അബൂബക്കർ സാഹിബിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു. Thank you താങ്ക് യു so സോ much. മച്ച് എവരിവൺ. Thank you, Fabina madam. You said it well, and you appreciate your effort and appreciate your messages. And thank you so much for your closing session. Keep the momentum and keep going through the mutual fund, and have a good day and have a good future and bright financial future, inshallah. All the best. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ നല്ല വിജയകരമായിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു സെഷനാണ് കഴിഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജോയിൻ ചെയ്ത മിക്കവാറും എല്ലാ ആളുകളും, ഒരു 4-5 പേര് ഒഴിച്ച ബാക്കിയുള്ള എല്ലാ ആളുകളും ത്രൂ ഔട്ട് ദ സെഷൻ ഓൺലൈനിൽ ഉണ്ടായിരുന്നു. ഒരു 4-5 പേര് ഇടക്ക് വരികയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ ക്ലോസിംഗ് സെഷൻ കഴിഞ്ഞോടുകൂടിയാണ് ആളുകൾ ലീവ് ചെയ്യാൻ തുടങ്ങിയത്. ഇതുവരെ എല്ലാവരും ഓൺലൈനിൽ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ചും ഈ മ്യൂച്വൽ ഫണ്ട് എന്താണ് എന്ന് അറിയാത്ത കുറെ ആളുകൾക്ക് കൂടെ ഇത് അവരുടെ മുന്നിലേക്ക് ഇത് അവതരിപ്പിക്കുക എന്നുള്ളതും കൂടി എൻ്റെ പ്രധാന ഉദ്ദേശം. അറിയുന്ന ആളുകളിലേക്ക് ഇതിന്റെ വിശദവിവരങ്ങൾ എത്തുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഉദ്ദേശിച്ചത്, മ്യൂച്വൽ ഫണ്ട് എന്ന് കേൾക്കുമ്പോൾ ഇത് എന്തൊക്കെ ഒരു ബാങ്കിങ് ടേംസോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫൈനാൻഷ്യൽ റിലേറ്റഡ് ടേംസ് ആണ് എന്ന് അറിയാം. പക്ഷേ ഇത് ഏത് രീതിയിലാണ് ഒരു സാധാരണക്കാരന് ഇത് യൂസ്ഫുൾ ആകുന്നത് എന്നും അത് എങ്ങനെ നമ്മുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യാമെന്ന് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താമെന്ന് അറിയാത്ത നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോഴും വെളിയിൽ നിൽക്കുന്നുണ്ട്. അവരേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പല പ്രോഗ്രാമുകളും ഓഫ്ലൈൻ പ്രോഗ്രാമുകളിലൊക്കെ ഇതേപോലത്തെ സെഷനുകൾ മറ്റാരെങ്കിലും ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ പിന്നെ അവർക്കിത് മനസ്സിലാക്കാനുള്ള സാധ്യത, ഒരു ചാൻസ് ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും കഴിവിന്റെ പരമാവധി ചില്ലറക്കാര്യത്തെ കൊണ്ട് എന്താണോ റിയാദിലെയും പ്രവാസി സുഹൃത്തുക്കൾക്കും അതേപോലെ തന്നെ മൊത്തം പുറനാടുകളിലെ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് പരമാവധി ചെയ്യാൻ ചില്ലറക്കാര്യം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാനിത് ചാറ്റിൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നായിട്ട് ബന്ധപ്പെടാം. അതെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായമുണ്ടെങ്കിൽ ഓപ്പൺ ടു വെൽക്കം എവറിബഡി. അയാൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. തുടർന്നും ഇത്തരം സെഷനുകൾ കണ്ടക്ട് ചെയ്യാൻ എന്നെ നിങ്ങളുടെ തരുന്ന പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും
നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് എന്നെ ഇതിന് മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം ഈ ഒരു സെഷൻ ഇത്ര ഭംഗിയാക്കിയിട്ടുള്ള ജഷീർ സാഹിബ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള എൻ്റെ പ്രതീക്ഷക്കപ്പുറം അദ്ദേഹം ഇത് വളരെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഒരു ക്ലാസ് ആയിരുന്നു. അത് കേട്ടിട്ടുള്ള എല്ലാവർക്കും ഒരാൾക്ക് പോലും ആ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ടുമാണ് അദ്ദേഹം പീസ് ഓഫ് കേക്കായിട്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തന്നിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് മിസ്റ്റർ ജഷീർ, ആൻഡ് wish you all the best in your all the ventures, and especially in this financial sector. നിങ്ങൾ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഇത്തരം കാര്യങ്ങളുടെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന്റെ മെസ്സേജ് അദ്ദേഹത്തിന്റെ നമ്പർ, കോൺടാക്ട് നമ്പർ, കണക്ട് ചെയ്യാനുള്ള നമ്പർ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെടാം, കണക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസോ പ്ലാനിങ്ങോ വേണമെങ്കിൽ അദ്ദേഹം നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഈ കാര്യത്തിൽ വളരെയധികം പരിചയസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് പേരുടെ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ. എന്തുണ്ടെങ്കിലും നേരിട്ട് പുള്ളിയുമായി ഡയറക്റ്റ് സംസാരിച്ചു കണ്ട് മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. എല്ലാവർക്കും നല്ലൊരു സാമ്പത്തിക ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം മിസ്റ്റർ ജഷീർ, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. സെഷൻ വളരെ നന്നായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറം വളരെ ഭംഗിയായിട്ട് ആളുകളും അതേപോലെ നിങ്ങളുടെ സെഷനും നിങ്ങളുടെ പ്രസന്റേഷനും എല്ലാം ഭംഗിയായിരുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലോസിംഗ് പറയാനുണ്ടോ? എനിക്ക് ഒരൊറ്റ കാര്യം പറയണേ, കാരണം ഇതൊരു ചില്ലറക്കാര്യല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു വലിയ കാര്യം തന്നെയാണ് നടക്കുന്നത് അവിടെ. കാരണം നിങ്ങൾ എടുക്കുന്ന എഫേർട്ട്, കാരണം എനിക്കറിയാം നമ്മൾ ഈ ഒരു സെഷന് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യുന്നു, നിങ്ങളുടെ വർക്ക് കഴിഞ്ഞ് ഇതിന് വേണ്ടി ഒരു എഫേർട്ട് ഇടുന്നു. തീർച്ചയായും. അപ്പോൾ അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട്. കാരണം അത് ഡയറക്റ്റായാലും ഇൻഡയറക്റ്റായാലും എനിക്ക് ഉറപ്പാണ് ഈ ചില്ലറക്കാര്യം ഒരു വലിയ കാര്യമായിട്ട് വരും വർഷങ്ങളിലും അല്ലെങ്കിൽ വരും മാസങ്ങളിലൊക്കെ മാറും എന്നുള്ളത് ഉറപ്പാണ്. കാരണം എനിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ്, എന്നെ ചിന്തിപ്പിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസും കിട്ടി, എനിക്ക് ആൻസർ ചെയ്യാനും പറ്റി. അപ്പോൾ എന്തായാലും ഇതിൽ നിന്നുള്ളത് എല്ലാ അറിവുകളും എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ.